നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആയിരുന്നു. അപ്പൊ വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ഗ്ലോബലി നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഡയറി സെക്ടറിന് നമുക്ക് സസ്റ്റൈനബിലിറ്റി തരുന്ന, അതുപോലെ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ ലൈവ്ലിഹുഡ്സ്, നമ്മുടെ ന്യൂട്രീഷൻ, ഇതിനു വേണ്ടി എല്ലാം നമ്മുടെ ഡയറി സെക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കോൺട്രിബ്യൂഷനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും വേൾഡ് മിൽക്ക് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ദ വൈറ്റൽ റോൾ ഡയറി പ്ലേസ് ഇൻ ഡെലിവറിംഗ് ക്വാളിറ്റി ന്യൂട്രീഷൻ ടു നോറിഷ് ദ വേൾഡ്. നമുക്കറിയാം ഡയറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്, എല്ലാം നമ്മുടെ ഡയറ്റിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ ആ ഒരു തീം തന്നെയാണ് ഇപ്രാവശ്യം അവർ പറയുന്നത്. 1 ജൂൺ ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് ആണ്. ഇപ്പൊ UN ജനറൽ അസംബ്ലി 2012 ഇതിനു വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ജൂൺ 1 നമ്മൾ ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ പാരന്റ്സ് നമുക്ക് നൽകുന്ന സപ്പോർട്ട്, സാക്രിഫൈസ്, അവർ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അവർ നമുക്ക് വേണ്ടി കുറെ കമ്മിറ്റ്മെന്റ്സ് അവർ വെക്കുന്നുണ്ട്. ഇതിനെല്ലാം ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 ഒരു തീം എന്ന് പറയുന്നത് ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിങ് എന്നതാണ്. ജൂൺ 2 തെലങ്കാന ഫോർമേഷൻ ഡേ ആണ്. ജൂൺ 2 നമുക്കറിയാം തെലങ്കാന ഫോർമേഷൻ ഡേ എന്ന് പറഞ്ഞാൽ തെലങ്കാന ഇന്ത്യയുടെ വളരെ യങ്ങസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ യങ്ങസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ തെലങ്കാനയാണ്. കാരണം എന്താണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് തെലങ്കാന. അപ്പൊ 2014 ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന വേർപെട്ട് ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോ ആ സമയത്ത് 2014 ആ സമയത്ത് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2014 അന്നത്തെ കോൺഗ്രസ് ലീഡ് ചെയ്ത UPA ഗവൺമെന്റ് ആണ് പാസ്സാക്കുന്നത്. ആ ഒരു റീഓർഗനൈസേഷൻ ആക്ടിന്റെ കീഴിലാണ് ഈ തെലങ്കാന സ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷനിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ സോങ് ജയ ജയ ഹേ തെലങ്കാനയാണ്. ഈ തെലങ്കാന പോയിന്റ് ആയിട്ടുള്ള ആൻകി ശ്രീ ആണ് ഇത് റിട്ടേൺ ചെയ്തത്. MM കീരവാണിയാണ് ഇതിനെ കമ്പോസ് ചെയ്തത്. MM കീരവാണി നമുക്ക് ഇപ്പോൾ വളരെയധികം പരിചിതമായിരിക്കും. കാരണം ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള RRR ഫിലിമിനെ മ്യൂസിക് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഓസ്കാർ വിന്നിംഗ് സോങ്ങിന്റെ മ്യൂസിക് ചെയ്തത് MM കീരവാണിയാണ്. അപ്പോ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് 2014 പ്രകാരം അന്ന് അവർ പറഞ്ഞിരുന്നത് ജൂൺ 2, 2024 വരെ ഹൈദരാബാദ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും കോമൺ ക്യാപിറ്റൽ ആണ്. അപ്പൊ സെക്ഷൻ 5 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആ പീരീഡ് എക്സ്പയർ ചെയ്തു. കാരണം ഈ വർഷമാണ് ജൂൺ 2, 2024. ഈ വർഷം ഹൈദരാബാദ് എന്ന് പറയുന്നത് ഈ വർഷം മുതൽ ഹൈദരാബാദ് രണ്ടിന്റെയും കോമൺ ക്യാപിറ്റൽ ആയിരിക്കില്ല. അപ്പൊ ഈ തെലങ്കാനയ്ക്ക് ഹൈദരാബാദ് ഇനി മുതൽ തെലങ്കാനയുടെ മാത്രം ക്യാപിറ്റൽ ആകും. ആന്ധ്രാപ്രദേശിന് പുതിയൊരു ക്യാപിറ്റൽ വരും. ഓക്കെ, തെലങ്കാനയുടെ ബേസിക് കാര്യങ്ങൾക്ക് നോക്കാം. സ്റ്റേറ്റ് ബേർഡ് നോക്കാം, സ്റ്റേറ്റ് അനിമൽ, സ്റ്റേറ്റ് ട്രീ ആൻഡ് സ്റ്റേറ്റ് ഫ്ലവർ. സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുമ്പോൾ പാലപ്പിറ്റയാണ്. ഇന്ത്യൻ റോളർ ആൻഡ് ജെ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബേർഡാണ്. സ്റ്റേറ്റ് അനിമൽ ജിങ്കയാണ്. ജിങ്ക ഒരു തരം ഡിയർ ആണ്. സ്റ്റേറ്റ് ട്രീ എന്ന് പറയുന്നത് ജമ്മി ചെട്ടു എന്ന് പറയുന്ന പ്രോസോപ്പിസ് സിനറേറിയ എന്ന് പറയുന്ന ഒരു ട്രീ ആണ്. സ്റ്റേറ്റ് ഫ്ലവർ തങ്കടു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫ്ലവർ ആണ്. താനോസ് കാസയ. ഇതെല്ലാം അവരുടെ ലാംഗ്വേജിൽ വരുന്ന പേരുകളാണ് നമുക്ക് കോമൺ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ഇനി ജൂൺ 2 ഇന്റർനാഷണൽ സെക്സ് വർക്കേഴ്സ് ഡേയും കൂടെയാണ്. അപ്പൊ 1975 ജൂൺ 2 അറൌണ്ട് 100 സെക്സ് വർക്കേഴ്സ് നിസർ ചർച്ച് ലയോൺ ഫ്രാൻസിൽ ഗ്യാദർ ചെയ്യുകയും അവരുടെ വർക്കിങ്ങിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ ലിവിംഗ് കണ്ടീഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട കോൺവെർസേഷനിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത്. അതായത് ആ ജൂൺ 2 അവർ ആ ഗ്യാദർ ചെയ്ത ഡേ ആണ് പിന്നീട് ഇന്റർനാഷണൽ സെക്സ് വർക്കേഴ്സ് ഡേ ആയിട്ട് വരുന്നത്. അപ്പോ പ്രീവിയസ് ഇയറിൽ അതേ തീം തന്നെയാണ് ഇപ്പോഴും, ആക്സസ് ടു ജസ്റ്റിസ് എന്നുള്ളത്. ജൂൺ 3 വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 2018 ഇത് അനൗൺസ് ചെയ്തത്. ഇത്തരം ഡേയുടെ പ്രത്യേകത വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UN ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ പാസ്സാക്കിയ ഡേകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഇവിടെ വേൾഡ് ബൈസൈക്കിൾ ഡേയും UN ജനറൽ അസംബ്ലി തന്നെയാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ വർഷം തീം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ഇക്വിറ്റി സസ്റ്റൈനബിലിറ്റി ത്രൂ സൈക്ലിംഗ് ആണ്. നമുക്കറിയാം സൈക്ലിംഗ് നല്ലൊരു എക്സസൈസും കൂടെയാണ്. അപ്പൊ അത് തന്നെയാണ്, അതുവഴി ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഒരു തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആസാം സെറ്റ് ന്യൂ IIM ക്യാമ്പ് ആഫ്റ്റർ സെന്റേഴ്സ് നോട്ട് IIM അഹമ്മദാബാദ് ടു മെൻഡർ. അപ്പൊ സെന്റർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അസാമിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഗുവാഹട്ടിക്ക് അടുത്താണ് വരാൻ പോകുന്നത്. അപ്പോൾ 21 IIMs ഇന്ത്യ കൺട്രി മൊത്തം ഉണ്ട്.
അതിൽ ഓൺലി വൺ എം ഷില്ലോങ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് എം ഷില്ലോങ് ആണ്. ഇനി രണ്ടാമത്തേത് വരാൻ പോകുന്നത് ഗുവാഹട്ടിക്ക് അടുത്ത് അസാമിൽ ഒരു വരുന്നുണ്ട്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, അതാണ് NIMHANS എന്ന് പറയുന്നത്. അവർക്ക് നെൽസൺ മണ്ടേല അവാർഡ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ ഫോർ 2024 കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇത് ബാംഗ്ലൂർ ആണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെൽസൺ മണ്ടേല അവാർഡ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ ഓഫ് 2024 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ NIMHANS എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നെൽസൺ മണ്ടേല അവാർഡ് ഫോർ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത് WHO 2019 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മെയിൻ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ, അതായത് ഹെൽത്ത് പ്രൊമോഷൻ ചെയ്യുന്ന, ഹെൽത്തിലേക്ക് പ്രൊമോഷൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡിവിജ്വൽസ്, ഇവയെല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവാർഡ് കൊണ്ടുവന്നത്. Next, India receives highest FDI from Singapore in 2023-24 and Mauritius second biggest investor. For overseas capital inflow, ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഗ്ലോബൽ എക്കണോമിക് അൺസർട്ടനിറ്റീസിന് 3.5 ആണ്. അത്രയും പെർസെന്റേജ് ആണ് ലേറ്റസ്റ്റ് ഗവൺമെന്റ് ഡാറ്റ പ്രകാരം. തെറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയത് 31.55% ആണ്. അത് ഏകദേശം $11.77 വരും, ബില്യൺ ഡോളർ വരും 2023-24 കണക്ക് പ്രകാരം. അപ്പൊ ഇന്ത്യക്ക് മാക്സിമം ഇൻഫ്ലോ ആണ് ആ ഒരു വർഷം കിട്ടിയിരിക്കുന്നത്. 2018-19 മുതൽ സിംഗപ്പൂർ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ലാർജസ്റ്റ് സോഴ്സ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് വരുന്നത് മൗറീഷ്യസ് ആണ്. River Sunkoshi cleanup campaign removes 24,575 kilo of plastic waste in Kolamchor municipality of Nepal in 36 hours. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ ഭീകരമായ ഒരു തുക അവിടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു നമ്പർ അവിടെ പറയുന്നുണ്ട്. അതായത് 36 hours കൊണ്ട് അവർ ആ ഒരു ഫുൾ റിവർ സംകോഷി എന്ന് പറയുന്ന റിവർ അവർ ക്ലീൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷെ ആ ക്ലീൻ ചെയ്തപ്പോൾ അവർ റിമൂവ് ചെയ്ത പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ എമൗണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എമൗണ്ട് ആണ്. 24,575 കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഒരു റിവറിൽ ഇത്രയും കിലോ കണക്കിന് പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്നത് എത്രത്തോളം പൊല്യൂഷൻ ആ റിവറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ റിവർ സിൻകോസിനെ ക്ലീൻ ചെയ്യാനുള്ള ഈ റിവർ സിൻകോസി എന്ന് പറയുന്നത് നേപ്പാളിലെ ബാഗ്മതി പ്രൊവിൻസിലാണ് ഉള്ളത്. 134 പീപ്പിൾസ് ആണ് ഈ ഒരു റിവർ ക്ലീനപ്പ് ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇത് ഓർഗനൈസ് ചെയ്ത പ്രോജക്ട് CAP ആണ്. CAP പറയുമ്പോൾ കൊളാബറേറ്റീവ് അപ്രോച്ച് ഫോർ പ്രിവെന്റിംഗ് പ്ലാസ്റ്റിക് ലീക്കേജ് ഇൻ റിവേഴ്സ് ഇൻ ഗൊലാഞ്ചോ റൂറൽ മുനിസിപ്പാലിറ്റി. ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ടാണ് നടന്നത്. പ്ലീസ് പ്രോഗ്രാമിന്റെ കീഴിൽ, പ്ലീസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ റിവേഴ്സ് ആൻഡ് സീസ് ഓഫ് സൗത്ത് ഏഷ്യ എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അതിന്റെ കീഴിലാണ് ഇവർ ഈ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചത്. സുൻകോഷി എന്ന് പറയുന്നത് സത്കോഷി റിവറിന്റെ ട്രിബ്യൂട്ടറി ആണ്. സത്കോഷി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറിയാവുന്ന ഒരു റിവറായിരിക്കും. ഇപ്പോ കോഷി റിവർ എന്ന് പറയുന്നത് ഈസ്റ്റേൺ നേപ്പാളിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പേര് സപ്ത് കോഷി റിവർ എന്നാണ്. കാരണം 7 റിവറുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഈസ്റ്റ് സെൻട്രൽ നേപ്പാളിലേക്ക്. ഈ റിവർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 7 റിവർ കൂടി ചേർന്നിട്ടാണ് ഈ റിവർ ഫോം ചെയ്യുന്നത്. അപ്പൊ മെയിൻ റിവർ എന്ന് പറയുന്നത് കോഷി റിവർ സിസ്റ്റത്തിൽ വരുന്നത് സൻകോഷി, ഇന്ദ്രാവതി, കമ്പകോഷി, ബോട്ടെ കോഷി, ദുദ് കോഷി, അരുൺ ആൻഡ് തമൂർ റിവേഴ്സ് ആണ്. ഓക്കെ, ഈ റിവർ സൻകോഷിയുടെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് സാങ്ബോ ഗ്ലേഷ്യർ തിബറ്റിൽ നിന്നാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് സോഴ്സ്, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് പിന്നീട് റിവർ സപ്തകോഷി അൾട്ടിമേറ്റ്ലി അത് ജോയിൻ ചെയ്ത് അത് ഫോം ചെയ്യുന്നു. പിന്നീട് റിവർ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് ബീഹാർ, ഇന്ത്യയിലെ ബീഹാറിലെ കത്തിഹാർ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട്. അപ്പൊ ഫൈനലി ഇത് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് ഡ്രെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചൈനീസ് സ്പേസ് ക്രാഫ്റ്റ് സക്സസ്ഫുള്ളി ലാൻഡ്സ് ഓൺ മൂൺസ് ഫാർ സൈഡ്. അപ്പൊ ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അനൗൺസ് ചെയ്തു ചാങ് E6 എന്ന് പറയുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ജൂൺ 2 മൂണിൽ ലാൻഡ് ചെയ്തു എന്നാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഹ്യൂജ് ക്രാഫ്റ്റ് ആണുള്ളത്. ഈ ഒരു സൗത്ത് പോൾ എയ്ക്കൻ ബേസിൽ അവിടേക്കാണ് പോയതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സോയിലിനെ കളക്ട് ചെയ്യുക, അതുപോലെ റോക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പരിശോധിക്കുക. അതാണ് ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇതൊരു ലെസ് എക്സ്പ്ലോർഡ് റീജിയനിലേക്കാണ് അവർ ഇറക്കിയിരിക്കുന്നത്, ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതുവഴി സാധിക്കും.
So it is due to return to Earth in the deserts of China's inner Mongolia region about June 25. അപ്പൊ തിരിച്ചു വരുന്ന ജൂൺ 25 ചൈനയുടെ ഇന്നറിൽ ഒരു ചെറിയ ഡിസേർട്ട് റീജിയൻ ഉണ്ട്. ആ ഡിസേർട്ട് റീജിയനിലേക്കാണ് മംഗോളിയ റീജിയനിലുള്ള ഡിസേർട്ട് റീജിയനിലേക്കാണ് ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ചാൻ E6 എന്ന് പറയുന്നത് ഇതിന്റെ അറ്റംപ്റ്റ് ഫസ്റ്റ് ആണ്. ഇപ്പോ മൂണിന്റെ ഫാർ സൈഡിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാം, അതിനെ എർത്തിലേക്ക് തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ ഒരു പർപ്പസ്. അപ്പോ ചൈനയുടെ സെക്കൻഡ് ഫാർ സൈഡിലേക്കുള്ള ചൈനയുടെ സെക്കൻഡ് മിഷൻ ആണിത്. ചാൻ E4 സ്പേസ് ക്രാഫ്റ്റ് 2019 മൂണിൽ ലാൻഡ് ചെയ്തിരുന്നു. അപ്പൊ എമർജിംഗ് ഗ്ലോബൽ പവർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും, ഈവൻ ഇന്ത്യ പോലും. 2030 ആകുമ്പോഴത്തേക്ക് മൂണിലെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യും, പേഴ്സൺസിനെ അവിടെ എത്തിക്കണം എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പല രാജ്യങ്ങളുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നേഷൻ ആണ് പേഴ്സണിനെ അവിടെ എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, കൃഷ്ണ കാൻഷൈസ് ദ ഗോൾഡൻ കൃഷ്ണ എക്സിബിഷൻ ഓപ്പൺസ് ഇൻ ദുബായ്. renowned Indian ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണ കൻഹായുടെ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ദ ഗോൾഡൻ കൃഷ്ണ എന്ന് പറയുന്നത്. അതിന്റെ എക്സിബിഷനും ഷോപ്പ് പീസസും ഒക്കെ കൻഹായ് എക്സ്ക്യൂസൈറ്റ് ലോർഡ് കൃഷ്ണയുടെ സെന്റർ ചെയ്തിരിക്കുന്ന കുറെ വർക്കുകളാണ്. അത് ദുബായിയുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ കൻഹായ് എന്ന് പറയുന്ന ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആൻഡ് പെയിന്റർ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് 2004 പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. രുചിര കമ്പോജ്, ഇന്ത്യസ് ഫസ്റ്റ് വുമൺ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു UN റിട്ടയർസ്. ഇന്ത്യയുടെ UN-ലുള്ള പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ആണ് രുചിര കമ്പോജ്. അവർ 35 വർഷത്തെ സർവീസിന് ശേഷമാണ് റിട്ടയർ ആകുന്നത്. നിങ്ങൾ നോക്കണം, വളരെ വലിയ ഒരു കാലയളവ് UN-ൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇന്ത്യൻ എൻവോയ് ആയിട്ട് ഭൂട്ടാനിലും സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ യുനെസ്കോയിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. രുചിര കമ്പോജ് എന്ന് പറയുന്നത് പെർമനന്റ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പെർമനന്റ് അംബാസിഡർ ആകുന്നത് ഓഗസ്റ്റ് 2, 2022 2011-14 മുതൽ തന്നെ ഇന്ത്യയുടെ ചീഫ് ഓഫ് പ്രോട്ടോകോൾ ആയിരുന്നവര് ആദ്യമായിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു വലിയൊരു പൊസിഷനിലേക്ക് എത്തുന്ന വുമൺ കൂടിയായിരുന്നു രുചിര കമ്പോജ്. Ireland elects business woman Halla തോമഡോട്ടർ as president. ക്യാപിറ്റൽ ഈ പറയുന്ന ഐലൻഡിലെ പുതിയൊരു വുമൺ പ്രസിഡന്റ്, ബിസിനസ് വുമൺ ആണ് അവരാണ് പുതിയ പ്രസിഡന്റ് ഹല്ല. ഐലൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റൈജവിക് എന്നാണ്. കറൻസി ഐലാൻഡിക് ക്രോണ എന്ന് പറയുന്ന കറൻസിയാണ്. കുവൈറ്റ് എമിർ മേക്സ് ഷെയ്ഖ് സബ അൽ ഖാലിദ് ക്രൗൺ പ്രിൻസ്. ഷെയ്ഖ് സബ അൽ ഖാലിദ് പ്രീവിയസ്ലി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 2019 മുതൽ 2022 വരെ അവര് ക്രൗൺ പ്രിൻസ് ആയിരിക്കുകയാണ്. ആർ പ്രഗ്നാദ ബീറ്റ്സ് വേൾഡ്സ് നമ്പർ 2 ഫബിയാനോ കറൗണ enters top 10 world rank. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആർ പ്രഗ്നാദൻ. അദ്ദേഹം വേൾഡ് നമ്പർ 1 താരമായിട്ടുള്ള ഫബിനോയെ തോൽപ്പിച്ചുകൊണ്ട് ടോപ്പ് 10 വേൾഡ് റാങ്കിങ്സിൽ എത്തിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്ലെയർ ആണ് ഫബിയാനോ. ഓക്കെ, India's DP Manu clinches gold in javelin throw at Taiwan Athletics Open. Taiwan Athletics Open 2024 DP Manu men's javelin throwയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. വുമൻസിലെ 100 മീറ്റർ ഹാർഡിൽസിൽ നിത്യ രാംരാജും സിൽവർ മെഡലും കരസ്ഥമാക്കിയിരുന്നു. Naina James clinches gold medal in women's long jump at Taiwan Athletics Open. ഇന്ത്യയുടെ നൈന ജെയിംസിനും വുമൻസ് ലോങ് ജമ്പിൽ തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ 2024 ഗോൾഡ് മെഡൽ കിട്ടി. റിയൽ മാഡ്രിഡ് വിൻ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ഫോർ റെക്കോർഡ് എക്സ്റ്റെൻഡിംഗ് 15th time beat Borussia Dortmund. UEFA ചാമ്പ്യൻസ് ലീഗിൽ ആനുവൽ ക്ലബ് അസോസിയേഷൻ ആണ് ഫുട്ബോൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഓർഗനൈസ് ചെയ്തത്. അതില് യൂറോപ്യൻ ക്ലബ്സിന്റെ ടോപ്പ് ഡിവിഷൻസ് ആണ് അതിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത്. ക്രയോണിക്സ് പ്രാക്ടീസ്. റീസെന്റ് ക്രയോണിക്സ് കമ്പനി ഓസ്ട്രേലിയൻ ഒരു കമ്പനിയാണ്. അവർ ആദ്യമായിട്ട് അവരുടെ ഫസ്റ്റ് ക്ലയന്റിന് ഈ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഫ്രോസൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഹോപ്പിലാണ് അദ്ദേഹത്തിന് ഫ്രോസൺ ചെയ്തത്. So practice of freezing an individual who has died to revive them in the future is known as cryonics. So already മരണപ്പെട്ട ഒരാളെ
ഫ്രീസ് ചെയ്ത് ഭാവിയിൽ അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിന്റെ പുറത്ത് അദ്ദേഹത്തിന് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് ആ ഒരു പ്രാക്ടീസിനെയാണ് ക്രയോണിക്സ് എന്ന് വിളിക്കുന്നത്. ക്രയോണിക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ പ്രിസർവ് ചെയ്യാനും അദ്ദേഹത്തിന് അവരുടെ ലൈഫ് സേവ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാക്ടീസ് ആണ്. എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ ഫ്യൂച്ചർ മെഡിക്കൽ ടെക്നോളജീസിന് അദ്ദേഹത്തിന് ഫുൾ ഹെൽത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഹോപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ ഫ്രീസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റിലുള്ള ഇൻഡിവിജ്വൽസിനെ ക്രയോ പ്രിസർവ്ഡ് പേഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അവർ ട്രൂലി ഡെഡ് ആയിട്ട് ക്രയോണിസ്റ്റുകൾ അവരെ കണക്കാക്കുന്നില്ല. ഓക്കെ, എക്സസൈസ് റെഡ് ഫ്ലാഗ് ആൻഡ് റിംപാക്ട്. ഇന്ത്യൻ എയർഫോഴ്സും നേവിയും എക്സസൈസ് റെഡ് ഫ്ലാഗ് ആൻഡ് എക്സസൈസ് റിംപാക്ടിൽ പങ്കെടുത്തു. രണ്ടും എക്സസൈസ് റെഡ് ഫ്ലാഗും എക്സസൈസ് റിംപാക്ടും ഒരു മൾട്ടിനാഷണൽ വാർ ഗെയിം എക്സസൈസ് ആണ്. USA ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് മിലിറ്ററി പൈലറ്റ്സിന്റെ എയർ കോമ്പാക്ട് ട്രെയിനിങ്ങിന്റെ ഒരു റിയലിസ്റ്റിക് ഓഫർ എയിം ചെയ്യുക. അതുപോലെ പുതിയ യുഎസ്എയിൽ നിന്നും അലീഡ് കൺട്രീസിൽ നിന്നുള്ള പുതിയ ഫ്ലൈറ്റ് ക്രൂ മെമ്പേഴ്സിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ പർപ്പസ്. ഒരു 2 week അഡ്വാൻസ് ഏരിയൽ കോമ്പാക്ട് ട്രെയിനിങ് എക്സസൈസ് ആണ് അലാസ്കയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ഇത് റിയലിസ്റ്റിക് അതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ക്രൂസിനെ ഒന്നിച്ച് കൊണ്ടുവന്ന് അവർ ഡിഫറെന്റ് നേഷൻസിന്റെ സർവീസിന്റെ എക്യുപ്മെന്റ്സിനെ ഒക്കെ ഡിസൈൻ ചെയ്ത് അതായത് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഇവരുടെ എക്സസൈസുകൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള പല നേഷൻസിന്റെയും എക്യുപ്മെന്റ്സ് ഒക്കെ ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സ് റാഫേൽ ഫൈറ്റർ ജെറ്റ് ആണ് ഈയുടെ എക്സസൈസിന് വേണ്ടി ഡിപ്ലോയ് ചെയ്തത്. റിം ഓഫ് ദി പസഫിക് എക്സസൈസ്, റിംപാക്, അതാണ് നേരത്തെ പറഞ്ഞത് റിംപാക് എന്ന് പറയുന്ന എക്സസൈസ്. അപ്പൊ റിംപാക് എന്താ കൂടെ നോക്കാം. വേൾഡിലെ ലാർജസ്റ്റ് ഇന്റർനാഷണൽ മാരിടൈം വാർഫെയർ എക്സസൈസ് ആണ് റിംപാക്. ഇത് ബൈലിയലി ആണ് നടക്കുന്നത്, ഹൊണോലുലു ഹവായിൽ വെച്ചിട്ട്. ഇത് ഹോസ്റ്റ് ചെയ്ത US നേവീസ് ഇൻഡോ പസഫിക് കമാൻഡ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് പേൾ ഹാർബർ ആണ്, ഹവായിൽ. റിംപാക് 1971 സ്റ്റാർട്ട് ചെയ്തത് ഒരു ആനുവൽ എക്സസൈസ് ആയിട്ട് US ഓസ്ട്രേലിയ, കാനഡ തമ്മിൽ. പക്ഷെ പിന്നീട് 1974 ഇത് മാരിടൈം എക്സസൈസ് ആയിട്ട് ബൈനിയൽ ഇവന്റ് ആയിട്ട് മാറി. ഇന്ത്യ ഈ റിംപാക്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 2012 മുതലാണ്. ജൂൺ 4 ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ ആണ്. അപ്പൊ ചിൽഡ്രൻസിനെതിരെയുള്ള അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, വയലൻസ്, ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് വേൾഡിൽ കൂടി വന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് UN ജനറൽ അസംബ്ലിയിൽ ഒരു ചർച്ച നടക്കുന്നത്. അങ്ങനെ ഈ ഡേ 1982 അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോ ലെബനൻ വാറിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചിൽഡ്രൻസ് ഇത്തരത്തില് വയലൻസ് നേരിടേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അപ്പൊ പാലസ്തീനിൽ നിന്നുള്ള ലെബനീസ് ചിൽഡ്രനെ ഇസ്രായേലിന്റെ അഗ്രഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത് തന്നെ. 5th June വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. ഇപ്രാവശ്യത്തെ തീം ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസൈലൻസ് എന്നുള്ളതാണ്. ഗ്ലോബൽ ഹോസ്റ്റ് ചെയ്യുന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ ഡേ ആണ്. എൻവയോൺമെന്റിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് ഒരു ഡേ. ഇപ്പോ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, അതായത് UNEP ആണ് ആനുവലി 1973 മുതൽ ഇത്തരത്തിലുള്ള ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലീഡ് ചെയ്തത്. ലാൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് UN ഡിക്കേഡ് ഓൺ എക്കോസിസ്റ്റം റീസ്റ്റോറേഷന്റെ ഒരു മേജർ പില്ലാറാണ്. പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. India creates world record with 64.2 crore voters participating in Lok Sabha poll. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ആണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഒരു ഡാറ്റയാണ് ഇത്. എക്കാലത്തെയും കൂടുതൽ വോട്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വേൾഡ് റെക്കോർഡ് വന്നിരിക്കുകയാണ്. 64.2 crore വോട്ടേഴ്സ് ആണ് നമ്മുടെ ലോക്സഭ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ ലോക്സഭ പോളില് 31.2 crore വുമൺ വോട്ടേഴ്സ് അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്തു. വേൾഡിൽ തന്നെ ഹൈയസ്റ്റ് അവർ നമ്പർ ആണത്. റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗണേഷ് കുമാർ, അതുപോലെ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നുള്ളവരാണ്. നോട്ട ക്രിയേറ്റ്സ് ന്യൂ റെക്കോർഡ് ഇൻ മധ്യപ്രദേശ്, ക്രോസസ് 1 lakh ഫിഗർ. അപ്പൊ മധ്യപ്രദേശിലെ നൺ ഓഫ് ദി എബോവ്, നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ലോക്സഭ ഇലക്ഷനിലുണ്ട്. അതായത് ആർക്ക് വേണ്ടി കുത്തുന്നില്ല എന്നുള്ളത്, അതായത് ആരുടെ പേരിൽ നമ്മൾ കുത്തുന്നില്ല, നമ്മുടെ വോട്ട് നമ്മൾ നോട്ടയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇലക്ട്രൽ ഹിസ്റ്ററിയിൽ നോട്ടയ്ക്ക് കുറെ വോട്ട് കിട്ടി. നോട്ടയ്ക്ക് മാത്രമായിട്ട് 1,55,000 വോട്ട് കിട്ടി. അപ്പോ ഹയസ്റ്റ് നോട്ട കൺട്രിയിൽ മുന്നിൽ വന്നത് ബീഹാറിലെ ഗോപാൽഗഞ്ചിലാണ്. 2019 ഇലക്ഷൻസിൽ നോട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 51,660 വോട്ടാണ്. അതിന്റെ ഇരട്ടിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്.
ഇന്ത്യ ജോയിൻസ് US റെഡ് ഫ്ലാഗ് ആൻഡ് റിബ്ബാക് നാവൽ എക്സസൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയുമാണ് യുഎസിലെ ഈ ഒരു US ഹോസ്റ്റ് ചെയ്ത ഒരു മൾട്ടിനാഷണൽ വാറിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഓക്കെ, INS Mysore ship celebrate silver jubilee. INS Mysore ഒരു frontline guided missile destroyer ആണ്, ഈസ്റ്റേൺ ഫ്ലീറ്റിലാണ്. അതിന് സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്തു. 25 വർഷമായി നേഷന് വേണ്ടിയിട്ട് ഇത് സർവീസ് ചെയ്യുന്നു. ഈ ഷിപ്പ് ഇൻഡിജീനിയസിൽ തന്നെ ഡിസൈൻ ചെയ്തതും കൺസ്ട്രക്ട് ചെയ്തതുമാണ്. ഡൽഹി ക്ലാസ് ഡിസ്ട്രോയേഴ്സിൽ സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഷിപ്പ് നേവി ആർമിയുമായിട്ട് ബോണ്ട്, ഒരു സ്ട്രോങ് ബോണ്ട് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ ഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. മദ്രാസ് റെജിമെന്റ് ഓഫ് ഇന്ത്യൻ ആർമിയിലാണ് ഇപ്പൊ ഇത് അഫിലിയേഷൻ ഉള്ളത്. ഇന്ത്യ ടു ഹോസ്റ്റ് ദ 81st ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ AGM in 2024. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA ഒരു അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇൻഡിഗോ ആണ് 81ാമത്തെ IATA ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് ഈ AGM എന്ന് പറയുന്നത്. അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വേൾഡ് എയർ ട്രാൻസ്പോർട്ട് സബ്മിറ്റ് ഡൽഹിയിൽ ഇന്ത്യയിൽ വെച്ചിട്ട് ജൂൺ 2025 നടക്കാൻ പോവാണ്. അപ്പൊ ഇന്ത്യയാണ് വേൾഡിലെ മോസ്റ്റ് പ്രീമിയർ ഏവിയേഷൻ ഇവന്റ് ആയിട്ടുള്ള ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ 2025 42 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ AGM എന്ന് പറയുന്നത് തേർഡ് ടൈം വേൾഡിലെ എയർലൈൻ ലീഡേഴ്സ് ഇന്ത്യയിൽ ഗ്യാദർ ചെയ്യാൻ പോവാണ്. അപ്പൊ കൺട്രി അത് ലാസ്റ്റ് ഹോസ്റ്റ് ചെയ്തത് 1983 2 പ്രാവശ്യം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1958 1983 പിന്നെ 2025 വരുന്നത്. 4ാമത്തെ പ്രാവശ്യം 42 വർഷങ്ങൾക്ക് ശേഷം 330 എയർലൈൻസ് 80% ഗ്ലോബൽ എയർ ട്രാഫിക് ഇവിടെ കംപ്രൈസ് ചെയ്യുന്നുണ്ട്. ഈ IATA മെമ്പേഴ്സ് ആണ്. ISRO develops Pravaha software for aerodynamic design and analysis. The Indian Space Research Organization Computational Fluid Dynamic Software Parallel Rand Solver Aerospace Vehicle Aerothermodynamic Analysis വേണ്ടി അതാണ് പ്രവാഹ എന്ന് പറയുന്നത്. അത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഇത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫ്ലോ ഓഫ് ലോഞ്ച് വെഹിക്കിൾസ് സിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ വിങ്ഡ് ആൻഡ് നോൺ വിങ്ഡ് റീ എൻട്രി വെഹിക്കിൾസിനെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ ഇത് സഹായിക്കും. പ്രവാഹ എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ്ലി ഖഗൻയാൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എയറോഡൈനാമിക് അനാലിസിസും ഹ്യൂമൻ റൈറ്റ്സ് ലോഞ്ച് വെഹിക്കിൾസ് ആണ്. HLV-M3 അതുപോലെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം CM ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് expected to help academia and other institutions engage in the design of missiles, aircraft, rockets to find solutions to complex aerodynamic problems. അപ്പം ഈ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമുക്കറിയാം മിസൈൽസ് ഡിസൈൻ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ എയർക്രാഫ്റ്റ് റോക്കറ്റ് ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള എയറോഡൈനാമിക് പ്രോബ്ലം സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് National Level Coordination Committee for the world's largest grain storage plant held its first meeting in Delhi. അപ്പോൾ ന്യൂഡൽഹിയിലെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷന്റെ അവിടെ വെച്ച് ഇവര് നാഷണൽ ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു. വേൾഡിലെ ലാർജസ്റ്റ് ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാനിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പൊ ഈ കമ്മിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതൊരു പൈലറ്റ് പ്രൊജക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം 11ഓളം സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചതും അതിന്റെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ ഇത് ഏതൊക്കെ 11 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. UP, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാടു, കർണാടക, അസം, ത്രിപുര, അതുപോലെ ഉത്തരാഖണ്ഡ്, തെലങ്കാന. ഇത്തരം 11 സ്റ്റേറ്റ്സിലാണ് ഈ ഒരു വേൾഡ് ലാർജസ്റ്റ് ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ പ്ലാൻ വേരിയസ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്, അതായത് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലെവലിലുള്ളതിനെ തന്നെ എയിം ചെയ്തുകൊണ്ട്, അതിന്റെ ഡെവലപ്മെന്റ് എയിം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്ലാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെയർ ഹൗസസ് വരുന്നുണ്ട്, അതുപോലെ ഹയറിംഗ് സെന്റേഴ്സ്, കസ്റ്റം ഹയറിംഗ് സെന്റേഴ്സ് വരുന്നുണ്ട്, പ്രോസസിംഗ് യൂണിറ്റ്, ഫെയർ പ്രൈസ് ഷോപ്സ്, ഇതെല്ലാം ഈ ഒരു സ്റ്റോറേജ് പ്ലാനിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ ഇനീഷ്യേറ്റീവ് വേരിയസ് ഓർഗനൈസേഷൻസിന്റെയും വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഒരു ഇന്റഗ്രേഷൻ ആയിട്ടാണ്, ഇൻറ്റഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് വരുന്നത്. മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കീംസ് ആയിട്ടുള്ള
അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്കീം, അതുപോലെ സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ, പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് ആൻഡ് സ്കീം. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഡിഫറെന്റ് സ്കീമുകളാണ്. ഈ സ്കീമുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവും കൂടെയാണ് വേൾഡ് ലാർജസ്റ്റ് ഗ്രീൻ സ്റ്റോറേജ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ PM മോദിജി വേൾഡിലെ ലാർജസ്റ്റ് ഗ്രെയിൻ സ്റ്റോറേജ് പ്ലാൻ കോർപ്പറേറ്റീവ് സെക്ടറിൽ ഫാമേഴ്സിന് വേണ്ടി അദ്ദേഹം ലോഞ്ച് ചെയ്തത് 2024 ഫെബ്രുവരിയിലാണ്. 700 lakh ടൺസ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നെക്സ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1.25 lakh crores ആണ്. അപ്പോ അണ്ടർ ദ സ്കീം തൗസൻഡ്സ് ഓഫ് വെയർ ഹൗസസ് ഇവര് പണിയാൻ പോകുന്നുണ്ട്. അതുപോലെ അക്രോസ് ദി കൺട്രി ഡിഫറെന്റ് ഗോഡൌൺസ് കൺസ്ട്രക്ട് ചെയ്യാനും ഇവര് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഓർഗനൈസസ് ഹ്യൂമൻ ലൈബ്രറി ഇവന്റ് വിത്ത് കാർഗിൽ വാർ ഹീറോസ് as part of 25th കാർഗിൽ വിജയ് ദിവസ് സെലിബ്രേഷൻസ്. അപ്പൊ 25ാമത്തെ അതായത് കാർഗിൽ വിജയ് ദിവസത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി ഹ്യൂമൻ ലൈബ്രറി ഇവന്റ് കാർഗിലിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ലഡാക്കില് നമ്മുടെ ഇന്ത്യൻ സോൾജേഴ്സ് ടൈഗർ ഹിൽ ബ്രിഗേഡ് ഓഫ് ഇന്ത്യൻ ആർമി ഹ്യൂമൻ ലൈബ്രറി ഇവന്റ് സംഘടിപ്പിച്ചു. ഇത് നമ്മുടെ ബ്രേവറി ആൻഡ് സാക്രിഫൈസ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സിന് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാർഗിൽ വാറിലെ ഹീറോസിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ലൈബ്രറിയാണ് വരാൻ പോകുന്നത്. അപ്പൊ കാർഗിൽ വിജയ് ദിവസത്തിന്റെ 25ാമത്തെ വാർഷികമാണ് ഇവർ ആഘോഷിച്ചത്. അപ്പൊ ഈ ഇവന്റ് ഹനുയോക്മ വില്ലേജ് ഹനുവല്ലി വെച്ചിട്ടാണ് നടന്നത്. അവിടെ വെച്ച് നാഷണൽ വാർ ഹീറോസിനെ ഹോണർ ചെയ്യുകയുണ്ടായി. ഇത് യൂത്തിനെ ലോക്കൽ യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇവന്റ് നടപ്പിലാക്കിയത്. കാർഗിൽ വിജയ് ദിവസ് എന്താണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജൂലൈ 26 എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ഈ ഡേ എന്ന് പറയുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് കാർഗിൽ വാറിൽ, പാകിസ്ഥാനെതിരെയുള്ള ഒരു വാറായിരുന്നു കാർഗിൽ വാർ, അതിൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് വിക്ടറി കൈവരിച്ചതിന്റെ ഒരു ഓർമ്മ ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. ഇപ്പൊ 2024 25th ആനിവേഴ്സറി ഓഫ് കാർഗിൽ വിജയ് ദിവസ് ആണ് സെലിബ്രേറ്റ് ചെയ്തത്. UPI transactions set new record scale 14.04 billion peak in May. അപ്പൊ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതാണ് UPIയുടെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അവരുടെ പുതിയ സ്കെയില് കൂടിയിട്ടുണ്ട്. അതാണ് 14.04 ബില്യൺ ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പൊ നടന്നത്. അതായത് ഇപ്പൊ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 20.45 ട്രില്യൺ റുപ്പീസ് ആണ് വരുന്നത്. അപ്പോ May numbers were the highest in terms of value and volume since UPI turned operational in April 2016. അപ്പൊ April 2016 UPI ഓപ്പറേഷണൽ ആയതിനു ശേഷം വരുന്ന ഒരു ഹയസ്റ്റ് വാല്യൂവും വോളിയവും ആണ് ഈ 14.04 ബില്യൺ എന്ന് പറയുന്നത്. ഇനി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, ന്യൂസിൽ എപ്പോഴും നമുക്ക് കാണുന്നതാണ്. അതും കൂടെ എന്താണ് നമുക്ക് നോക്കാം. UPI എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ആണ്. ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. പക്ഷെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ലോഞ്ച് ചെയ്തത് April 11, 2016 അപ്പം ട്രഡീഷണൽ മെത്തേഡ് പോലെയല്ല UPI. കുറച്ചും കൂടെ ട്രാൻസ്ഫർ, നമ്മുടെ മണി ട്രാൻസ്ഫർ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ റെസിപ്പിയന്റിന്റെ UPI ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, QR കോഡ് അല്ലെങ്കിൽ വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ആളുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അയാളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ആവശ്യമില്ല. അപ്പൊ NPCI എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ്. മെയിൻ ആയിട്ട് ഇന്ത്യയുടെ സെറ്റിൽമെന്റ് സിസ്റ്റം അതുപോലെ റീറ്റെയിൽ പേയ്മെന്റിന്റെ ഒക്കെ ഓപ്പറേറ്റിംഗ് നടത്തുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ്. NPCIയുടെ ഇനീഷ്യേറ്റീവ് ഓഫ് RBIയുടെ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് NPCI. ഇപ്പൊ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെ അണ്ടറിൽ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007 പ്രൊവിഷൻസിലാണ് NPCI ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു NPCI എന്നൊരു ഇനീഷ്യേറ്റീവ് RBI തുടങ്ങി വെച്ചത്. RBI brings back 100 tons of gold from vault of UK to India. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 100 tons of gold UK നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെടുത്തു. അപ്പൊ ഇതൊരു മേജർ ഷിഫ്റ്റ് ആണ് നമ്മുടെ RBIയുടെ എക്കണോമിക് പോളിസി നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇപ്പം മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഗോൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺ വോൾട്ടിൽ തന്നെ, അതായത് RBIയുടെ മോസ്റ്റ് ഓഫ് ദി ഗോൾഡ് RBIയുടെ തന്നെ വോൾട്ടിലുണ്ട്. അപ്പൊ മോസ്റ്റ് കൺട്രീസും സാധാരണ എല്ലാ കൺട്രീസും അവരുടെ ഗോൾഡ് വോൾട്ട് മറ്റൊരു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൊക്കേഷൻസിലോ ആണ് സൂക്ഷിച്ചു വയ്ക്കാം. എന്നിട്ട് ആ ഒരു പ്രിവിലേജിന് വേണ്ടി ഇവര് ഫീ പേ ചെയ്യും. അപ്പൊ ഇപ്പൊ പ്രസന്റ്ലി ഇന്ത്യക്ക് ഹ്യൂജ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്.
അതായത് ഏകദേശം അപ് ടു 11 month ഓഫ് ഇമ്പോർട്ട് കവർ ചെയ്യാനുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്. അപ്പൊ ആസ് ഓഫ് March 31, 2024 ടോട്ടൽ ഗോൾഡ് റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ളത് 822.10 മെട്രിക് ടൺസ് ആണ്. SBI becomes 7th company to cross Rs 8 lakh crore market capitalization. അപ്പോ സ്റ്റേറ്റ് റൺ ലെൻഡർ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 7th ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് 8 lakh crore മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന ഏഴാമത്തെ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ്. SBIയുടെ ഷെയർ എന്ന് പറയുന്നത് 900.15 എത്തിയിട്ടുണ്ട് പെർ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 2021 വരെയുള്ളത്, സിൻസ് സെപ്റ്റംബർ 2021. ഓക്കെ. So previously Reliance Industry, Tata Consultancy Service, HDFC Bank, Bharti Airtel, Infosys, ICICI Bank. ഇത്രയും പേര് ഈ ഒരു മൈൽ സ്റ്റോൺ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സുപ്രീം കോർട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ കമ്മിറ്റി. സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതൊരു 12 member കമ്മിറ്റിയാണ്. ഹെഡ് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ഹിമ കോഹ്ലിയാണ്, ഒരു ലേഡിയാണ്. അതിന്റെ ചെയർപേഴ്സണും ഹിമ കോഹ്ലി തന്നെയാണ്. In exercise of powers confirmed by clause 4(2) of the Gender Sensitization and Sexual Harassment of Women at the Supreme Court of India Regulation 2013. അപ്പൊ ഇതിന് പവർ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റെഗുലേഷൻ 2003 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതിനകത്തു നിന്നാണ് ഇവര് പവർ എടുക്കുന്നത്. കേലാദി ഡൈനാസ്ട്രി എക്സ്പേർട്ട് ഖുണ്ട ജോയ്സ് പാസസ് അവേ ഇൻ കർണാടക. കേലാദി ഡൈനാസ്ട്രി എന്ന് പറയുന്നത് ഒരു 1499 മുതൽ 1763 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ഡൈനാസ്ട്രിയാണ്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഹിസ്റ്റോറിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് കളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത ഒരാളാണ് ഖുണ്ട ജോയ്സ് എന്ന് പറയുന്ന കർണാടകയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഒരു കേലാദി ഡൈനാസ്ട്രിയെ കുറിച്ചുള്ള കാര്യങ്ങളും വർക്കുകളെല്ലാം കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി ആളുകൾ കേലാദി ഗുണ്ട ജോയ്സ് എന്നും വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. രാജ്യോത്സവ അവാർഡ് ഗവൺമെന്റ് ഓഫ് കർണാടക കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ടെർമിനേറ്റ്സ് CRPF DIG ഖാജൻ സിംഗ്. അപ്പൊ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലും ഫോർമൽ സ്പോർട്ട് ഓഫീസർ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിരുന്നു ഖജൻ സിംഗ് തോഖാസ്. അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒളിമ്പ്യൻ സ്വിമ്മർ ആണ്. അദ്ദേഹത്തെ CRPF DIG പൊസിഷനിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കാരണം CRPF പ്രോബില്, ഇന്റേണൽ CRPF പ്രോബില് അദ്ദേഹം സെക്ഷൽ മിസ്കണ്ടക്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തത്. കാജൻ സിംഗ് അർജുന അവാർഡിയാണ് നമ്മൾ പറഞ്ഞു. കൂടാതെ 1986 സിയോൾ ഏഷ്യൻ ഗെയിംസിൽ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇവന്റിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഒരാളും കൂടെയാണ്. സുശീൽ കുമാർ അപ്പോയിന്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് ദീൻ ദയാൽ പോർട്ട് അതോറിറ്റി. അപ്പോൾ സിംഗ് അപ്പോയിന്റ് ചെയ്യുന്നത് SK മേത്തയുടെ പ്ലേസിലാണ്. ഓക്കെ. പോയിന്റ് സീതാലിംഗ പട്ന ഷെട്ടി ചൂസൺ ഫോർ ഗുഡ്ലേപ്പ ഹലിക്കേരി അവാർഡ്. അപ്പൊ പോയിറ്റും പ്ലേ റൈറ്ററും ആയിട്ടുള്ള സിദ്ധാലിംഗ പട്ന ഷെട്ടി അവർക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗുഡ്ലേപ്പ ഹലിക്കേരി അവാർഡ് 2024 കിട്ടിയിരിക്കുകയാണ്. ഗുഡ്ലേപ്പ ഹലിക്കേരി മെമ്മോറിയൽ ഫൗണ്ടേഷൻ ആണ് ഇത് നൽകുന്നത്. ഹൊസാരിറ്റി ഹവേറി ഡിസ്ട്രിക്ട് കർണാടക. ഇപ്പോ മിസ്റ്റർ ചേക്കിയുടെ ഒരു അഭിപ്രായത്തില് പ്രൊഫസർ പട്ന ഷെട്ടി എന്ന് പറയുന്നത് 19th റെസിപ്പിയന്റ് ഓഫ് ദിസ് അവാർഡ് ആണ്. ഈ അവാർഡിനകത്ത് 25,000 രൂപയും മൊമെന്റോ ആണ് വരുന്നത്. ന്യൂ ബ്ലൂ ആൻഡ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ ഈസ്റ്റേൺ ഹിമാലയസ്. അപ്പൊ റിസർച്ചേഴ്സ് ഒരു പുതിയ ആൻഡ് സ്പീഷീസിനെ ഈസ്റ്റേൺ ഹിമാലയയിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു റയർ ജീനസിലാണ് ഈ ഒരു ആൻഡ് സ്പീഷീസ് ഉൾക്കൊള്ളുന്നത്. ആ ജീനസിന്റെ പേര് പാരാപരാട്രക്കിന എന്നുള്ളതാണ്. ബ്ലൂ കളർഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ആണ്. പാരാപരാട്രക്കിന നീല എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡിസ്കവറി എന്ന് പറയുന്നത് സിയാങ് വല്ലി ഇൻ അരുണാചൽ പ്രദേശിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. 121 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്പീഷ്യസിലെ എസെറ്റ എന്ന് പറയുന്ന ഒരു ഇതേ ജീനസിലെ എസെറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷ്യസിനെ പ്രീവിയസ്ലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പാരാപരാട്രക്കിന ജീനസിൽ ഒരു ഇൻസെക്റ്റിനെ കണ്ടുപിടിക്കുന്നത്. പാരാപരാട്രക്കിന നീല എന്ന് പറയുന്നത്
സ്മോൾ ആൻഡ് വിത്ത് എ ടോട്ടൽ ലെങ്ത് ഓഫ് ലെസ് ദാൻ 2 mm. അത്രയും ചെറുതാണത്, ലെസ് ദാൻ 2 mm മാത്രമാണ് അതിന് ലെങ്ത് വരുന്നത്, ടോട്ടൽ ലെങ്ത് വരുന്നത്. അതിന്റെ ബോഡി പ്രിഡോമിനന്റ്ലി ഒരു മെറ്റാലിക് ബ്ലൂ കളർ ആണ്, അതുകൊണ്ടാണ് ആ പാരാപെരട്രക്കിന് നീല എന്നുള്ളൊരു പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആന്റിനെയും മാൻഡിബിളും ലെഗും ഒഴിച്ച് ബാക്കി എല്ലാം മെറ്റാലിക് ബ്ലൂ കളറിലാണ്. ഈ ഡിസ്കവറി എന്ന് പറയുന്നത് പ്രിയദർശനൻ ധർമ്മരാജൻ, അതുപോലെ സഹനാശ്രീ ആർ, അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റിലെ സഹനശ്രീ ആർ, ബാംഗ്ലൂരിൽ നിന്നാണ് അത് ഉള്ളത്. പിന്നെ അശ്വജ് പുന്നത്ത്, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ. ഇവർ ചേർന്നിട്ട്, ഇവർ എന്റമോളജിസ്റ്റുകളാണ്, അതായത് ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് എന്റമോളജിസ്റ്റുകൾ. അപ്പോ ഇവരാണ് ഈ ഒരു ഡിസ്കവറി നടത്തിയത്. Maldives will ban Israelis from entering the country over the war in Gaza. അപ്പൊ പബ്ലിക് ആങ്കർ മാൽഡീവ്സിൽ ഉണ്ടായിരിക്കുകയാണ്, കാരണം പ്രിഡോമിനന്റ്ലി ഒരു മുസ്ലിം നേഷൻ ആണ് അത്. ഇറ്റ് റൈസസ് ഓവർ ദി വാർ ഇൻ ഗാസ. അപ്പൊ നിയർലി 11,000 ഇസ്രയേലീസ് ആണ് മാലിദ്വീപ്സിൽ ലാസ്റ്റ് ഇയർ ടൂറിസ്റ്റ് അറൈവൽ മാത്രമായിട്ട് വന്നത്. അത് ഏകദേശം അവരുടെ ടോട്ടൽ ടൂറിസ്റ്റ് അറൈവൽസിന്റെ 0.6% ഉണ്ട്. എന്നിട്ടും ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ മാലിദ്വീപ്സ് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡിയ ഷെയ്ൻബോം elected as first woman president of Mexico. ക്ലൗഡിയ ഷെയ്ൻബോം ഫസ്റ്റ് വുമൺ ആൻഡ് ഫസ്റ്റ് ജൂയിഷ് പേഴ്സൺ ടു ചൂസൺ ഫോർ ദിസ് പോസ്റ്റ്. ഇപ്പൊ മെക്സിക്കോയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ് ക്ലൗഡിയ ഷെയ്ൻബോം. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഫസ്റ്റ് ജൂയിഷ് പേഴ്സണും കൂടെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. അദ്ദേഹം അവരൊരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC റിപ്പോർട്ട്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടാണ്. അത് 2007 ആ റിപ്പോർട്ട് ഇറക്കുന്ന സമയത്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ് ക്ലൗഡിയ. അന്ന് ഈ IPCC റിപ്പോർട്ടിന് നോബൽ പീസ് പ്രൈസും കൂടെ കിട്ടിയിരുന്നു. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ, അതായത് മെക്സിക്കോയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റി ആണ്. അവിടുത്തെ കറൻസി മെക്സിക്കൻ പെസോ ആണ്. ഹെലൻ മേരി, ഫസ്റ്റ് വുമൺ ബ്രിഗേഡിയർ ഇൻ പാകിസ്ഥാൻ ഫ്രം മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ഡോക്ടർ ഹെലൻ മേരി റോബർട്ട് പാകിസ്ഥാനി ആർമിയിലെ മെഡിക്കൽ കോർപ്സിലുള്ള ഒരു വ്യക്തിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ വുമൺ ഈ ഒരു ബ്രിഗേഡിയർ പൊസിഷനിൽ പാകിസ്ഥാനിൽ എത്തുന്നതാണ്. അപ്പൊ ബ്രിഗേഡിയർ ഡോക്ടർ ഹെലൻ എന്ന് പറയുന്നത് സീനിയർ പാത്തോളജിസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ ആർമിയിൽ 26 വർഷമായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാനിൽ ഒരു മൈനോറിറ്റി നോക്കുകയാണെങ്കിൽ ഹിന്ദുസ് 2.14% ആണ്, ക്രിസ്ത്യൻസ് 1.27% ആണ്, അഹ്മാദി മുസ്ലിംസ് 0.09% ആണ് വരുന്നത്. ദിനേശ് കാർത്തിക് അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ്. അപ്പൊ അദ്ദേഹം 19 ODI അഗൈൻസ്റ്റ് ഇംഗ്ലണ്ടുമായിട്ട് 2004 സ്റ്റാർട്ട് ചെയ്തത്. അതായത് 19ാമത്തെ വയസ്സിൽ ODI സ്റ്റാർട്ട് ചെയ്തു ഇംഗ്ലണ്ടുമായിട്ട് 2004. അദ്ദേഹം റിട്ടയർമെന്റ് വരുന്നത് അദ്ദേഹത്തിന് 39ാമത്തെ ബർത്ത്ഡേയിലാണ് അത് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തത്. അദ്ദേഹം 6 IPL ടീംസ് വേണ്ടി പ്ലേ ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. പിന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി IPL 2024 കളിച്ചിട്ടുണ്ട്. Having represented the country in 180 games across 3 formats, scored 3,463 runs with a long test 100 and 17 half centuries. അപ്പൊ 180ഓളം ഗെയിംസിന് വേണ്ടി കൺട്രിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ 3 ഫോർമാറ്റിലായി മൊത്തം സ്കോർ 3,463 ആണ്. 17 ഹാഫ് സെഞ്ചുറീസും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം 172 അദ്ദേഹത്തിന്റെ ക്രെഡിറ്റില് he also had 172 dismissals, most of them behind the stump. അതായത് ഡിസ്മിസൽസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ക്യാച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ, ഇന്ത്യ ബാഗ് 7 medals including 3 gold, 3 silver and bronze. അപ്പൊ ഇത് നടന്നത് തായ്വാൻ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തായ്പേയിലാണ്. നമുക്ക് ആ ഗോൾഡ് മെഡൽ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് ജസ്റ്റ് നോക്കാം. നയന ജെയിംസിന് ഗോൾഡ് മെഡൽ കിട്ടിയത് വുമൺസ് ലോങ് ജമ്പിലാണ്. അങ്കേഷ് ചൗധരിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയത് മെൻസ് 800 മീറ്റർ ലോങ് ജമ്പിലാണ്. DP മനുവിന് ഗോൾഡ് മെഡൽ കിട്ടിയത് മെൻസ് ജാവലിൻ ത്രോയിലാണ്. ഡ്യൂട്ടി ചന്ദ്സ് 4-year ബാൻ സ്റ്റേസ്. നാഷണൽ ആന്റി ഡോപ്പിംഗ് അപ്പീൽ പാനൽ ഉണ്ട്. അവര് 100 മീറ്റർ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള ഡ്യൂട്ടി ചന്ദിന്റെ ഈ ഒരു ഡോപ്പിങ്ങിനെതിരെ 4 വർഷത്തെ ബാൻ വന്നിരുന്നു. അതിനെതിരെയുള്ള അപ്പീൽ അവർ റിജക്ട് ചെയ്തു. ഇപ്പൊ ഡ്യൂട്ടി ഒരു 100 മീറ്റർ ആൻഡ് 200 മീറ്റർ സിൽവർ മെഡലിസ്റ്റ് ആണ്. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഫാസ്റ്റസ്റ്റ് വുമൺ അറ്റ് 2019 വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇൻ ഇറ്റലി. അദ്ദേഹം 2022 ഡിസംബറിൽ ഭുവനേശ്വറിൽ വെച്ച് ഡോപ്പ് ടെസ്റ്റിൽ പോസിറ്റീവ് ടെസ്റ്റ് ആണ് കൊടുത്തത്. ഡോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് അത്ലറ്റിക്സിൽ എടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിന്റെ പോസിറ്റീവ് ആകുകയാണെന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നോന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ADAP ആന്റി ഡോപ്പിംഗ് ഡിസിപ്ലിനറി പാനൽ ഉണ്ട്. അവരുടെ ഡിസിഷൻ പ്രകാരം 4 വർഷത്തേക്ക് ഡ്യൂട്ടി ചന്ദിനെ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. അതിനെതിരെ ഇവര് അപ്പീൽ പോയിരുന്നു. ആ അപ്പീലാണ് ഇപ്പൊ റിജക്ട് ചെയ്തത്. 6th
ജൂൺ റഷ്യൻ ലാംഗ്വേജ് ഡേ ആണ്. അപ്പോൾ റഷ്യയിൽ വളരെ പ്രശസ്തനായ ഒരു പോയിറ്റ് ഉണ്ട്, അലക്സാണ്ടർ പുഷ്കിൻ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഈ ജൂൺ 6. അതാണ് റഷ്യൻ ലാംഗ്വേജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 730 lion-tailed macaques in Sharavati Valley LTM. LTM എന്ന് പറയുന്നത് lion-tailed macaque sanctuary റിപ്പോർട്ട്. അപ്പൊ lion-tailed macaque സാങ്ച്വറി ഉണ്ട് ഷറവതി വല്ലിയില്. അവിടെ 730 lion-tailed macaque എണ്ണിയെടുത്തു, അതായത് അവരുടെ സെൻസസ് നടത്തി. ആ റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഡയോണൽ ആൻഡ് അർബോറിയൽ ആയിട്ടുള്ള മെമ്മൽസ്, ഡയോണൽ എന്ന് പറയുമ്പോൾ പകല് മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അർബോറിയൽ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലെ മോസ്റ്റ് ഓഫ് ദി ടൈം ട്രീയുടെ മേലെ ചെലവഴിക്കുന്ന ആൾക്കാരെയാണ് അർബോറിയൽസ് എന്ന് പറയുന്നത്. മാമൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് ഷറവതി വല്ലി ലൈൻ-ടൈൽഡ് മക്കാക്ക് സാങ്ച്വറിയിലാണ്, സാങ്ച്വറിയിലെ ബേസ് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സബ്മിറ്റ് ചെയ്തത്. അപ്പൊ 730 എണ്ണമാണ് അവർ റിവീൽ ചെയ്തിരിക്കുന്നത്. അത്ര എണ്ണം ഉണ്ടെന്നാണ് അവർ റിവീൽ ചെയ്തിരിക്കുന്നത്. ലൈൻ-ടൈൽഡ് മക്കാക്ക് എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു നാരോ റേഞ്ച് ഓഫ് എവർഗ്രീൻ ഫോറസ്റ്റിൽ മാത്രമാണ് ഇവരെ കാണാൻ പറ്റുക. പിന്നെ അഡ്ജോയിനിങ് ഫോറസ്റ്റിലും സ്ലോപ്സിലും ഒക്കെ കാണാം. മെയിൻ ആയിട്ട് കർണാടക, കേരള ആ ഒരു റീജിയൻസിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ലൈൻ-ടൈൽഡ് മക്കാക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ സാങ്ച്വറിയിലെ ഹാബിറ്റേറ്റിന് കൃത്യമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരണം, അതുപോലെ ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് വേണം എന്നൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈൻ-ടൈൽഡ് മക്കാക്ക് എന്ന് പറയുന്നത് ഒരു ഓൾഡ് വേൾഡ് മങ്കിയാണ്. ഇപ്പൊ വൈൽഡില് ഓൺലി ഇന്ത്യയിൽ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഇതൊരു പ്രൈമേറ്റ് എൻഡമിക് ടു സ്മോൾ ആൻഡ് സിവിയർലി ഫ്രാഗ്മെന്റഡ് റെയിൻ ഫോറസ്റ്റ് ഇൻ വെസ്റ്റേൺ ഗട്ട്. വെസ്റ്റേൺ ഗട്ടിൽ വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റിനകത്ത് ഇവരെ കാണുന്നുള്ളൂ. കർണാടക, കേരള, തമിഴ്നാട് റീജിയൻസിലാണ് ഇവർ ആക്റ്റീവ് ആയിട്ടുള്ളത്. IUCN സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റിന്റെ അപ്പൻഡിക്സ് 1 ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനിമൽ ആണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 ഇവർ ഉൾപ്പെട്ടിരിക്കുന്നത്. Prime Minister launches Ek Ped Maa Ke Naam campaign. Prime Minister Narendra Modi ji Ek Ped Maa Ke Naam എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വേൾഡ് എൻവയോൺമെന്റ് ഡേ ഒക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീ മോദിജി ഒരു പീപ്പിൾ ട്രീ ബുദ്ധ ജയന്തി പാർക്കിൽ, ഡൽഹിയിലുള്ള ഒരു പാർക്കാണ്, അവിടെ ഒരു പീപ്പിൾ ട്രീ അദ്ദേഹം പ്ലാൻ ചെയ്തു. അപ്പൊ ഈ ഡേ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 1972 മുതൽ, അതായത് ഹ്യൂമൻ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് നടന്നു. അങ്ങനെയാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും 1973 മുതൽ തന്നെ വേൾഡ് എൻവയോൺമെന്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും. അപ്പൊ ഇത് എല്ലാ വർഷവും 5th ജൂണിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രിയങ്ക ജാക്കി ഹോളി ഇസ് ദ യങ്ങസ്റ്റ് ട്രൈബൽ വുമൺ ടു വിൻ ഫ്രം എൻ അൺറിസർവ്ഡ് സീറ്റ്. സാധാരണ ട്രൈബൽ വുമൻസ് അല്ലെങ്കിൽ ട്രൈബണോ ഷെഡ്യൂൾ കാസ്റ്റോ അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബോ ആണെങ്കിൽ അവർ ആ ഒരു റിസർവ്ഡ് സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും മത്സരിക്കുക. അപ്പൊ ആദ്യമായിട്ടാണ് അൺറിസർവ്ഡ് സീറ്റിന് വേണ്ടിയിട്ട് ഒരു ട്രൈബൽ വുമൺ മത്സരിക്കുകയും വിൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ കോൺഗ്രസ് നോമിനി ആയിട്ടുള്ള പ്രിയങ്ക ജാക്കി ഹോളി ചിക്കോടി, കർണാടകയിലാണ് ജയിച്ചത്. അപ്പൊ വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രൈബൽ വുമൺ ആണ് പാർലമെന്റിലേക്ക് പോകാൻ പോകുന്ന. അൺറിസർവ്ഡ് സീറ്റിൽ കർണാടകയിൽ നിന്ന് ആണ് അവര് മത്സരിച്ചത്. ഇൻഡിപെൻഡൻസിന് ശേഷം ഇത്തരത്തിലൊരു അതായത് യങ്ങസ്റ്റ് ട്രൈബൽ വുമൺ അൺറിസർവ്ഡ് സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. Tashigang, the world's highest polling station, stands at an altitude of 15,256 feet. വേൾഡിലെ ഹയസ്റ്റ് പോളിംഗ് സ്റ്റേഷൻ താഷിംഗാങ്ങിലാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്പിതി വല്ലി, ഹിമാചൽ പ്രദേശിലാണ്. 15,256 ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് കാണുന്നത്. ഇതിനൊരു മോഡൽ പോളിംഗ് സ്റ്റേഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ പോളിംഗ് സ്റ്റേഷനിൽ 2019 ലോക്സഭ ഇലക്ഷനിൽ ആണ് ഇത് സെറ്റപ്പ് ചെയ്തത്. 100% പോളിംഗ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിരുന്നത്. Indian universities climb in QS 2025 global rankings. അപ്പൊ IIT ബോംബെ ടോപ്പ് സ്പോട്ട് ഇൻ ഇന്ത്യയിലെ ടോപ്പ് സ്പോട്ടിലെത്ത IIT ബോംബെ ആണ് QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് 2025. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ 149th സ്ഥാനത്തെത്തി 2024. 2025 118th സ്ഥാനത്തേക്ക് മാറി. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ട്, 31 പ്ലേസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് വരുന്നത്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഏജൻസിയാണ് ഇവര്. 61% ഓഫ് ഇന്ത്യൻ അവർ പറയുന്നത് 61% ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസും അവരുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്തു എന്നാണ്. ലാസ്റ്റ് ഇയറിനേക്കാൾ ഇംപ്രൂവ് ചെയ്തു എന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. പ്രീവിയസ് ഇയറിൽ IIT ബോംബെ ഫോളോഡ് ബൈ IIT ഡൽഹി ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇവർക്കെല്ലാം ഇന്ത്യയിൽ 2nd and 3rd പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. IIT ഡൽഹി
47 പൊസിഷൻസിന്റെ അഡ്വാൻസ്മെന്റ് ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് ഇയർ 197 ആയിരുന്നു സ്ഥാനം. ഇപ്പൊ ദിസ് ഇയർ 150 ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 14 പ്ലേസസ് ഇംപ്രൂവ് ചെയ്തു. 225 നിന്ന് 211 എത്തി വേൾഡ് റാങ്കിങ്. IIT ഇൻഡോർ മാത്രമാണ് അവരുടെ ആ ഒരു റെക്കോർഡിൽ കുറച്ച് ഡിക്ലൈൻ ഉണ്ടായത്. അവർ 554 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 477 എത്തി നിൽക്കുന്നത്. അപ്പൊ 13th കോൺസിക്യൂട്ടീവ് ഇയറിൽ MIT ആണ് ടോപ്പ് റാങ്കിൽ എത്തിയത്. 13 കോൺസിക്യൂട്ടീവ് ഇയറിലായിട്ട് MIT തന്നെയാണ് ടോപ്പ് റാങ്കിൽ. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് യുണൈറ്റഡ് കിങ്ഡംസ് ഇമ്പീരിയൽ കോളേജ് ലണ്ടൻ, അതുപോലെ 3rd റാങ്ക് ഹവാർഡ് യൂണിവേഴ്സിറ്റിക്കാണ്. ശ്രീലങ്ക ടു ഗെറ്റ് ബ്ലൂ എക്കണോമി റിസർച്ച് ഫെലോഷിപ്പ് ഫ്രം ഇന്ത്യ ബിംസ്റ്റെക് ഇനീഷ്യേറ്റീവ്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIMREN എന്ന് പറയുന്നത് ബിംസ്റ്റെക് ഇന്ത്യ മറൈൻ റിസർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെയും ബേ ഓഫ് ബംഗാൾ പ്രോഗ്രാം ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെയും ഒരു ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. മെയിൻ ആയിട്ട് ബ്ലൂ എക്കണോമി എന്ന് പറയുമ്പോൾ ഓഷനുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിയാണ്. അതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അതിനുവേണ്ടി റിസർച്ചേഴ്സിന്റെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഒരു നെറ്റ്വർക്ക് ബിംസ്റ്റെക് കൺട്രീസിൽ നിന്നുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതായിരുന്നു ഇതിന്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. ബിംസ്റ്റെക് എന്ന് പറയുന്നത് എക്കണോമിക് ബ്ലോക്ക് ആണ്. ജൂൺ 6, 1997 ബിംസ്റ്റെക് വരുന്നത്. ബാങ്കോക്ക് ഡിക്ലറേഷൻ വഴിയാണ് വരുന്നത്. ബിംസ്റ്റെക്കിൽ ഇനീഷ്യലി 4 മെമ്പർ സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്: ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. പിന്നീട് ഇപ്പൊ 7 മെമ്പേഴ്സ് ഉണ്ട്: ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലൻഡ്, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. ഓർത്തു വെക്കാൻ എളുപ്പത്തിന് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. അതിനകത്ത് പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതും ഓർത്തു വെക്കണം. ഓക്കെ. പെർമനന്റ് സെക്രട്ടേറിയറ്റ് വരുന്നത് ധാക്കയിലാണ്, ബംഗ്ലാദേശ്. 12 കൺട്രീസ് ചേർന്നിട്ട്, അതായത് ESA ലൈൻസ് അപ്പ് ഇനീഷ്യൽ സിഗ്നേറ്ററീസ് ഫോർ സീറോ ഡെബ്രിസ് ചാർട്ടർ. ഇപ്പൊ 12 കൺട്രീസ് ചേർന്നിട്ട് ഒരു ചാർട്ടർ സൈൻ ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഓർബിറ്റൽ ഡെബ്രിസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചാർട്ടർ ഡെവലപ്പ് ചെയ്തത്. 12 കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഓസ്ട്രേലിയ, ബെൽജിയം, സൈപ്രസ്, എസ്റ്റോണിയ, ജർമ്മനി, ലിത്വാനിയ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സ്ലോവേക്കിയ, സ്വീഡൻ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. ഇതാണ് ആ 12 കൺട്രീസ്. അപ്പൊ ESA എന്ന് പറയുന്നത് സീറോ ഡെബ്രിസ് ചാർട്ടർ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു നോൺ ബൈൻഡിങ് എഗ്രിമെന്റ് ആണ്, വിച്ച് മീൻസ് അവർക്ക് ഇതിൽ സൈൻ ചെയ്യാം, ബൈൻഡിങ് ഒന്നുമല്ല. ഓക്കെ. അപ്പോ നെറ്റ് അഡീഷൻ ഓഫ് ഡെബ്രിസ് 2030 ആകുമ്പോഴത്തേക്കും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ എയിം. അപ്പൊ ഇതിനകത്ത് സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെബ്രിസ് വരും, കൊളീഷൻ ചെയ്യുമ്പോഴും ബ്രേക്കപ്പ് ചെയ്യുമ്പോഴും ഒക്കെ ഇതുപോലുള്ള ഡെബ്രിസ് വരും. അതെല്ലാം 1 in 1000 ആയിട്ട് അത് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കൂടാതെ നോക്കുക. അതുപോലെ ഡെബ്രിസുകൾ വീണ്ടും സാറ്റലൈറ്റിൽ നിന്ന് റീ എൻട്രി ചെയ്യാതെ അത് 1 in 10,000 ആയിട്ട് ലോവർ ചെയ്ത് കീപ്പ് ചെയ്യാം. അപ്പൊ ഇത് കൂടാതെ നമ്മൾ ലോ എർത്ത് ഓർബിറ്റിൽ നിന്നൊക്കെ സാറ്റലൈറ്റ്സിന് അതിന്റെ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് പോകാറൊക്കെ ഉണ്ട്. അപ്പൊ ജിയോ സ്റ്റേഷനറി ബെൽറ്റിലും ലോ എർത്ത് ഓർബിറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ലൈഫ് എൻഡ് ആകുന്ന സാറ്റലൈറ്റ്സിനെ കൃത്യസമയത്ത് തന്നെ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അത് 90% അതിൽ സക്സസ്ഫുൾ ആകുക എന്നുള്ളതൊക്കെ ഇവർ ഇതിനകത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ക്വിക്ലി ആയിട്ട് സാറ്റലൈറ്റ്സ് ഇത്തരത്തിൽ ഡിയോർബിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ലൊവേനിയ ബിക്കംസ് ലേറ്റസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു റെക്കഗ്നൈസ് എ പാലസ്തീൻ സ്റ്റേറ്റ്. സ്ലൊവേനിയയുടെ ഡിസിഷൻ വരുന്നത് സ്പെയിനും നോർവേ അയർലൻഡും പാലസ്തീൻ സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷമാണ് സ്ലൊവേനിയ ഡിസിഷൻ പറയുന്നത്. ഇപ്പൊ മോർ ദാൻ 140 കൺട്രീസ് പാലസ്തീൻ സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. മോർ ദാൻ 2/3 ഓഫ് യുണൈറ്റഡ് നേഷനും ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. UNDP and GEF launch $135 million Blue and Green Island Integrated Program. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി GEF കൂടെ ചേർന്ന് $135 million Blue and Green Island Integrated Program ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് 4th ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്. അപ്പൊ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റിന്റെ 4ാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇവർ ഇത് ലോഞ്ച് ചെയ്തത്. ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ്, അതുപോലെ ഫുഡ് പ്രൊഡക്ഷൻ, ടൂറിസം സെക്ടറിലെ എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ കോമ്പാക്ട് ചെയ്യുക, ഇത്തരം ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മെയിൻ ആയിട്ട് 15 SIDs ആണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിൽ നേച്ചറിന് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് 2024-2034 കാലയളവ് ആകുമ്പോഴത്തേക്കും കൊണ്ടുവരിക.
ഈ ഒരു ഡിക്കേഡ് 2024-2034 എന്ന് പറയുന്ന ആ ഒരു ഡിക്കേഡ് ഒരു 10 വർഷക്കാലം ഡിക്കേഡ് ഓഫ് ആക്ഷൻ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നത്. അപ്പോ BGIIP എന്ന് പറയുന്നത് 15 SIDസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോസസ് വഴി. ഇതിനകത്ത് SIDസിന്റെ സബ് റീജിയൻസ് വരുന്നത് കരീബിയൻ ഐലൻഡ്, പസഫിക് ഓഷ്യൻ, അതുപോലെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സൗത്ത് ചൈന സീ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ലോക്കൽ ഇനീഷ്യേറ്റീവ്സിനെ എക്സ്പാൻഡ് ചെയ്യുക, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അഡ്രസ് ചെയ്യുക, ഫിഷറീസ്, അതുപോലെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം കൊണ്ടുവരിക, പൊല്യൂഷൻ കുറയ്ക്കുക, എക്സ്ട്രീം വെതർ ഇവന്റ്സിനെ റിസൈലൻസ് കീപ്പ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ കീ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് UNEP, FAO, വേൾഡ് ബാങ്ക്, WWF US, IUCN, UNCCD ഇവരൊക്കെയാണ്. ഇത് കൂടാതെ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ജോബ് ക്രിയേഷൻ വരും, സസ്റ്റൈനബിൾ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷനും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, So next, Philippine court put a stop on golden rice commercial production. ഇപ്പൊ ഫിലിപ്പീൻ കോർട്ട് ഒരു അപ്പീൽ പോയിരുന്നു ഗോൾഡൻ റൈസുമായിട്ട് ബന്ധപ്പെട്ട ബയോസേഫ്റ്റി കൺസേൺസ് ഒക്കെ ആയിട്ട് ആൻഡ് BT egg plant due to safety, health and legal concerns. ഇപ്പൊ BT egg planറ്റും ഗോൾഡൻ റൈസുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൺസേൺ ചെയ്തുകൊണ്ട് ഫിലിപ്പീൻ കോർട്ടിൽ ഒരു അപ്പീൽ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഫിലിപ്പീൻ കോർട്ടിൽ നിന്ന് വിധി വന്നു, ഗോൾഡൻ റൈസ് ഇനി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വേണ്ട എന്നുള്ളത് അവര് തീരുമാനിച്ചു. അപ്പൊ കോർട്ട് പറഞ്ഞത് കുറച്ചും കൂടെ റിസർച്ച് ആവശ്യമുണ്ട് ഇതിന്റെ ഫ്യൂച്ചർ ജനറേഷൻസിലേക്കുള്ള ഇതിന്റെ ഒരു സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൺസേൺസ് എടുത്തുകൊണ്ട് ഈ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ക്രോസ് പോളിനേറ്റ് ആണ്, നേറ്റീവ് റൈസ് വെറൈറ്റീസും തമ്മിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആണ്. അപ്പൊ ഇത് എക്കോസിസ്റ്റത്തിനെ തന്നെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് അവരിനി ഇതിന്റെ പ്രൊഡക്ഷൻ, ഇതിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിരിക്കുകയാണ്. The HALT impacts initiatives initially aimed at addressing vitamin A deficiency and safer eggplant production. അപ്പൊ ഈ BT eggplant എന്ന് പറയുന്നത് സേഫർ എഗ്പ്ലാന്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. വിറ്റാമിൻ എ ഡെഫിഷ്യൻസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ റൈസ് കൊണ്ടുവന്നത്. അപ്പൊ ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന ഒരു ന്യൂ ടൈപ്പ് ഓഫ് റൈസ് പ്ലാന്റ് ആണ്. അതിനകത്ത് ബീറ്റാ കരോട്ടീൻ, ഈ ബീറ്റാ കരോട്ടീൻ എന്ന് പറയുന്നത് പ്രോ വൈറ്റമിൻ എ ആണ്. അതായത് ഈ പ്ലാന്റിലെ പിഗ്മെന്റ് വിറ്റാമിൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ആവും, ഈ പ്രോവിറ്റാമിൻ എ. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് യെല്ലോ, ഓറഞ്ച് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഈ ഒരു പർട്ടിക്കുലർ റൈസിന് കൊടുക്കുന്നത് ഈ ഒരു കോമ്പൗണ്ട് ആണ്. ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. അദാനി പോർട്ട് സൈൻ 30-year pact to operate ടാൻസാനിയ പോർട്ട് ടെർമിനൽ. അദാനി പോർട്ട് 30 വർഷത്തെ ഒരു കൺസെഷൻ എഗ്രിമെന്റിൽ ടാൻസാനിയ പോർട്ടുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ 2 ഓഫ് ദാർ എസ് സലാം പോർട്ട്, ടാൻസാനിയയിലെ ഒരു പോർട്ടാണ്, അത് ഇവരാണ് ഇനി 30 വർഷത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ആക്സസ് എന്ന് പറയുന്നത് ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. അബുദാബി പോർട്ട് ഗ്രൂപ്പ് ആൻഡ് ഈസ്റ്റ് ഹാർബർ ടെർമിനൽ ലിമിറ്റഡിന്റെ 95% സ്റ്റേക്ക് ഇൻ ടാൻസാനിയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ സർവീസ് ലിമിറ്റഡ് ഫോർ $39.5 million ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദി ടെർമിനൽസ് എക്യുപ്മെന്റ് ആൻഡ് മാൻ പവർ. അപ്പൊ അവിടുത്തെ എക്യുപ്മെന്റ്സും മാൻ പവേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം എമൗണ്ട് അവരവിടെ ചെലവഴിക്കുന്നുണ്ട്. ഓക്കെ, അശോക് ലെയ്ലാൻഡ് റോൾസ് ഔട്ട് ഷാരത്തി സുരക്ഷ പോളിസി. അപ്പൊ ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് ആണ് അശോക് ലെയ്ലാൻഡ്. അവര് ഷാരത്തി സുരക്ഷാ പോളിസി എന്ന് പറയുന്ന ഒരു പുതിയൊരു വെഞ്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രൈവർ കമ്മ്യൂണിറ്റിക്ക് സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ പോളിസി വരുന്നത്. ഒരു ഇൻഷുറൻസ് കവറേജ് ആണ്, 10 ലക്ഷം രൂപ വരെയാണ് കവറേജ് വരുന്നത്. അപ്പൊ ഈ പോളിസി എന്ന് പറയുന്നത് അൺനെയിംഡ് GP അല്ലെങ്കിൽ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റിനാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡ്രൈവർ ഓപ്പറേറ്റിംഗ് ഇറ്റ് കവേഴ്സ് എനി ഡ്രൈവർ ഓപ്പറേറ്റിംഗ് ഇൻ അശോക് ലെയ്ലാൻഡ് വെഹിക്കിൾ. അശോക് ലെയ്ലാൻഡ് വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് ഡ്രൈവറിനെയും ഈ ഒരു സ്കീമിന് അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവേഴ്സിന് ഒരു കോംപ്രിഹെൻസീവ് പ്രൊട്ടക്ഷൻ ആണ് ഇത് വഴി ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ആക്സിഡന്റ് ഡെത്ത്, അതുപോലെ പെർമനന്റ് ആൻഡ് പാർഷ്യൽ ഡിസബിലിറ്റി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബോണസ് ചിൽഡ്രൻസിനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Sindhu appointed brand ambassador for tobacco control. അപ്പൊ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന അവര് വേൾഡ് നോ ടൊബാക്കോ ഡേ 2024ന്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ടോപ്പിക് നമ്മുടെ പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നുള്ളതായിരുന്നു. അപ്പൊ അപൂർവ ചന്ദ്രയാണ് യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് PV സിന്ധുവിനെ ടൊബാക്കോ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. 7th ജൂൺ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട്
നമ്മുടെ ഫുഡ് ബോൺ ആയിട്ടുള്ള കുറെ ഡിസീസുകളുണ്ട്. അതിനെ മാനേജ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും ഫുഡ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2019 മുതൽ തന്നെ നമ്മൾ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്ടഡ് എന്നുള്ളതാണ്. അപ്പോ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഡിസംബർ 2018 UN ജനറൽ അസംബ്ലിയാണ്. ഒരു ജോയിന്റ് പ്രപ്പോസൽ വന്നു ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചേർന്നിട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതും വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. ധൂരി ശേഷാഗിരി ടേക്സ് ചാർജ് ആസ് NPOIL ഡയറക്ടർ. അപ്പൊ NPOIL എന്ന് പറയുന്നത് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി ആണ്. അപ്പൊ അതിന്റെ ഹെഡ് ആയിട്ട് ധൂരി ശേഷാഗിരി ഡയറക്ടർ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ദിസ് ഇസ് ദ ഓൺലി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ലബോറട്ടറി ഇൻ കേരള. കേരളത്തിലുള്ള DRDOയുടെ ആകെയുള്ള ഒരു ലബോറട്ടറിയാണ് ഇതെന്ന് പറയുന്നത്. Hiker CTRI Director Dr. Manghanti Shishu Madhav honored with NAS എന്ന് പറയുന്നത് നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചർ സയൻസസിന്റെ ഫെല്ലോ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ ഓഫ് ഹൈക്കർ സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ ശേഷു മാധവ് മഖാന്തി, അദ്ദേഹത്തിന് നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചർ സയൻസിന്റെ ഫെല്ലോ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണിത്. അഗ്രികൾച്ചർ സയൻസിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, അതുപോലെ റൈസിന്റെയും ടുബാക്കോയുടെയും സസ്റ്റൈനബിൾ പ്രൊഡക്ഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വർക്ക്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്തത്. MEITI inaugurates indigenous air quality monitoring system and launches Air Pravah app on World Environment Day. MEITI എന്ന് പറയുന്നത് നമുക്കറിയാം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ്. സെക്രട്ടറി ഇലക്ട്രോണിക്സ് ആൻഡ് IT മിനിസ്ട്രി, എൻവയോൺമെന്റ് അല്ല IT മിനിസ്ട്രി ആണ്. കാരണം ആപ്പാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, IT മിനിസ്ട്രി ആണ്. സെക്രട്ടറി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT മിനിസ്ട്രി S. കൃഷ്ണൻ ഒരു ഇൻഡിജിനസ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ എയർ പ്രവാഹം ആപ്പും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോ ഈ AQAIMS, അതായത് ഇൻഡിജിനിയസ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എയർ പ്രവാഹം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. റിയൽ ടൈം എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡെവലപ്പ് ചെയ്ത MEITI ആണ്, സപ്പോർട്ട് ടെക്നോളജി ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഔട്ട്ഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഇതിനുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ് ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് PM 1.0, PM 2.5, PM 10.0. ഇവിടെ PM എന്ന് പറയുന്നത് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആണ്. SO2, NO2, O3, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ആണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാഷണൽ പ്രോഗ്രാം ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് ICT ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെന്റ്, അതിന്റെ അണ്ടറിലാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് കൊൽക്കത്തയിൽ ഡെവലപ്പ് ചെയ്തു. അവര് ടെക്സ്മിന്നുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ധാൻബാദുമായിട്ട്, അതുപോലെ ഇൻഡസ്ട്രി പാർട്ണർ ആയിട്ട് വരുന്നത് JM Enviro Lab പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഇത് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്. ISRO gives details on Indo-French Trishna mission. ISRO ഒരു ജോയിന്റ് ഇൻഡോ ഫ്രഞ്ച് ഇൻഫ്രാറെഡ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് മിഷൻ, അതിന് തൃഷ്ണ എന്നാണ് പറയുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് ഇമാജിംഗ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെന്റ്, അങ്ങനെ ഒരു മിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. സർഫസ് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നതിനും വാട്ടർ മാനേജ്മെന്റ് മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ക്ലൈമറ്റ് എർത്തില് ഇവാപ്പോ ട്രാൻസ്പിറേഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വാട്ടർ ലാൻഡിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതും പ്ലാന്റ്സിൽ റിലീസ് ചെയ്യുന്നതിനൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഇതിന്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മിഷൻ വാട്ടർ പ്രസൻസും അതിന്റെ കോൺസെൻട്രേഷനും അതിന്റെ ഡൈനാമിക്സും, അതുപോലെ മെൽറ്റ് ഗ്ലേഷ്യർ ചെയ്യുന്നതിന്റെ ഡൈനാമിക്സ് ഒക്കെ ഇവർ ഇതിനകത്ത് ഇത് അവരുടെ മിഷനിൽ വരുന്നതാണ്. അപ്പൊ ബയോസ്ഫിയറിന്റെ വേരിയസ് പാർട്സിൽ ഇവരിത് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ലാൻഡിൽ എങ്ങനെയാണ് വാട്ടർ ക്വാണ്ടിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ വരുന്നുണ്ട്. അപ്പൊ തെർമൽ അനോമലീസ് മോണിറ്റർ ചെയ്യാനുള്ള സാറ്റലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ലാൻഡിൽ നിന്ന് എങ്ങനെയാണ് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നതെന്നും സർഫസ് എനർജി, അർബൻ ഹീറ്റ് ഐലൻഡ്, ഗ്ലോബൽ പാരാമീറ്റേഴ്സ്, ഇതെല്ലാം ഇവരുടെ മിഷനിനകത്ത് വരുന്നതാണ്. ഈ പ്രോസസ്സിൽ സാറ്റലൈറ്റ് എയറോസോൾസിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. വാട്ടർ പേപ്പർ, ക്ലൗഡ്സ്, ഇതിനെല്ലാം വേൾഡ് അറൌണ്ട് ആയിട്ട് ഇവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കറന്റ്ലി ടെന്റേറ്റീവ്ലി ഇവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2025 എക്സ്പെക്ടഡ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 5 വർഷം, 2030 വരെയാണ് എക്സ്പെക്ടഡ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 2 പ്രൈമറി പേലോഡ്സ് ആണ് ക്യാരി ചെയ്യാൻ പോകുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് പേലോഡ്, അത് ഫ്രഞ്ച് ഏജൻസി ആയിട്ടുള്ള CNES ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഹൈ റെസൊല്യൂഷൻ സർഫസ് ടെമ്പറേച്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ വിസിബിൾ നിയർ ഇൻഫ്രാറെഡ്, ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ്, VNIR, SWIR, അത് ISRO ഡെവലപ്പ് ചെയ്ത പേലോഡ് ആണ്. ഇത് ആൽബിഡോ, സർഫസിന്റെ ആൽബിഡോയും റിഫ്ലക്ടിവിറ്റിയും 7 ബാൻഡ്സിലായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. മിഷൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വാട്ടർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. കൂടാതെ പുതിയ സസ്റ്റൈനബിൾ പോളിസീസ്, അത് വാട്ടറിനാണെങ്കിലും വാട്ടർ ഷെഡ് മാനേജ്മെന്റിനാണെങ്കിലും അഗ്രോ ഇൻഡസ്ട്രിക്ക്, ഫാമിംഗ് കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ സസ്റ്റൈനബിൾ പോളിസീസ് ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിക്കും. റഷ്യൻ കോസ്മോനോട്ട് becomes first person to spend 1000 days in space. ഇപ്പൊ ഒലേഗ് കൊണോനെക്കോ 59 വയസ്സായിട്ടുള്ള ഒരു റഷ്യൻ കോസ്മോനോട്ട് ആണ്. അദ്ദേഹം സ്പേസിൽ 1000 ഡേയ്സ് ചെലവഴിക്കുന്ന ആദ്യത്തെ പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുകയാണ് റഷ്യൻ സ്പേസ് ഏജൻസി റോസ് കോസ്മോസിൽ. ഈ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് റീച്ച് ചെയ്തത് കോണോനെക്കോന്റെ 5th മിഷനിലാണ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള 5ാമത്തെ മിഷനിലാണ്. സെപ്റ്റംബർ 15, 2023 കമന്റ് ചെയ്യപ്പെട്ടു. കൊറോണെക്കോ ആദ്യം ഒരു ക്യുമുലേറ്റീവ് സ്പേസ് ടൈം റെക്കോർഡാണ് എടുത്തത് ഫെബ്രുവരി 2024. അദ്ദേഹം ടോട്ടൽ 878 ഡേയ്സ് സർപ്പാസ് ചെയ്തു, 11 hours 29 minutes 48 seconds. അത് റഷ്യൻ ഗെന്നേഡി പഡാൽക്ക 2015 ഉണ്ടാക്കി വെച്ച ഒരു റെക്കോർഡിന് അദ്ദേഹം ഭേദിച്ചു. പിന്നെ കൊറോണെക്കോസിന്റെ മിഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 23, 2024 എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം മൊത്തം 1110 ഡേയ്സ് ഓർബിറ്റിൽ സ്പെൻഡ് ചെയ്യും. ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും. Indian American astronaut Sunitha Williams becomes first woman to pilot Boeing Starliner on maiden crewed test flight. ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള നാസ ആസ്ട്രോനോട്ട് ആണ് സുനിത വില്യംസ്. അവര് അവരുടെ കൂടെ തന്നെ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ഒരാളും കൂടെ ആദ്യമായിട്ട് സ്പേസ് അബോർഡിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവാണ്. ബോയിങ് സ്റ്റാർലൈനറിൽ ഫസ്റ്റ് എവർ ക്രൂഡ് മിഷൻ ആണ് അത്. ബോയിങ് എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യുന്നത് ആസ്ട്രോനട്സിനെ ജൂൺ 5 ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ക്രൂ ലോഞ്ച് ചെയ്യുന്നത് ഫ്ലൈ അബോർഡിൽ യുണൈറ്റഡ് ലോഞ്ച് അലയൻസ് അറ്റ്ലസ് 5 റോക്കറ്റിലാണ്. ഇത് കാപ്പെ കാനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷൻ ഫ്ലോറിഡയിൽ നിന്നാണ് പോകാൻ പോകുന്നത്. സ്റ്റാർലൈനർ മിഷൻ എന്ന് പറയുന്നത് വീക്ക് ലോങ് മിഷൻ ആണ്. സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആണ്. ഈ മിഷൻ എന്ന് പറയുന്നത് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ഡബ് ചെയ്യുന്ന ഒരു മിഷൻ ആണ്. അതായത് നാസയുടെ ഒരു ക്ലിയറൻസ് ബീമിംഗ് ബോയിങ് സ്പേസ് ക്രാഫ്റ്റ് റെഡി ഫോർ റെഗുലർ ഓപ്പറേഷൻസിന് അത് റെഡി ആണ് എന്നുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ കൂടെയാണ് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് ഇത് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ബോയിങ് ആൻഡ് സ്പേസ് എക്സ് സ്പേസ് ക്രാഫ്റ്റ് ആസ്ട്രോനട്സിന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള സ്പേസ് ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ നാസ റിട്ടയർഡ് ഇറ്റ്സ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം ഇൻ ദ ഇയർ 2011 സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം റിട്ടയർ ചെയ്തതിനു ശേഷം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആസ്ട്രോനട്സിനെ ക്യാരി ചെയ്യാനുള്ള മിഷൻസ് ബോയിങ്ങും സ്പേസ് എക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സുനിത എന്ന് പറയുന്നത് കാലിപ്സോ who gave the name Calypso to the Starliner capsule. Starliner capsule Calypso എന്നുള്ള പേരാണ് സുനിത എന്ന് പറയുന്നത്. മൗണ്ട് കാൻലൗൺ volcano erupted in the central Philippines recently. Hundreds of people evacuate ചെയ്തു ഫിലിപ്പീൻസിലെ ഈ ഒരു മൗണ്ട് കാൻലൗൺ ഇറപ്റ്റ് ചെയ്ത സമയത്ത്. അപ്പൊ മൗണ്ട് കാൻലൗൺ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റോ വോൾഗാനോ ആണ്. നോർത്ത് സെൻട്രൽ പോർഷൻ ഓഫ് നെഗ്രോസ് ഐലൻഡ് ഫിലിപ്പീൻസിലാണ് ഇത് കാണുന്നത്. ഇത് ഹയസ്റ്റ് മൗണ്ടൈൻ ആണ് നെഗ്രോസ് ഐലൻഡില്. 42nd tallest peak in the island in the world. അപ്പൊ വൺ ഓഫ് ദി ആക്റ്റീവ് വോൾഗാനോ ആണ് ഫിലിപ്പീൻസിൽ കാണുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാൻലൗൺ എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് ഇറപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 1886 മുതൽ തന്നെ അത് ആക്റ്റീവ് ആണ്. ടിപ്പിക്കലി ഫ്രയാറ്റിക് എക്സ്പ്ലോഷൻസ് ആണ്. സ്മോൾ ടു മോഡറേറ്റ് സൈസ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ വരും. ആഷ് ഫോൾസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫ്രിയാറ്റിക് ഇറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ഡ്രൈവ് എക്സ്പ്ലോഷൻസ് ആണ്. താഴെയുള്ള ഗ്രൗണ്ടിലുള്ള വാട്ടേഴ്സ് സർഫസിലേക്ക് ഹീറ്റ് ചെയ്തുകൊണ്ട് വോൾഗാനിക് ആക്ടിവിറ്റിയുടെ ഭാഗമായി നല്ല തിളച്ച വെള്ളം പുറത്തോട്ട് വരുന്ന ഒരു അവസ്ഥയാണത്. ഇപ്പോൾ ഫ്രിയാറ്റിക് ഇറപ്ഷൻ എന്ന് പറയുന്നത് ഭാഗമായിട്ട് മോർ ട്രഡീഷണൽ വോൾഗാനിക് ഇറപ്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നിയർ വോൾഗാനിക് ഇവന്റ്സിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് മാഗ്മ റൈസ് ചെയ്യുമ്പോൾ ഈ എർത്തിന്റെ സർഫസിലേക്ക് അത് ഫോഴ്സ് ചെയ്ത് വരും. അത് ഹീറ്റ് ചെയ്ത ചൂട് വെള്ളമായിട്ടാണ് പുറത്തേക്ക് വരിക. 8th June വേൾഡ് ഓഷ്യൻസ് ഡേ ആണ്. അപ്പൊ നമുക്ക് അറിയാം ഓഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ നെസസിറ്റിയുടെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഓഷ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 തീം എന്ന് പറയുന്നത് അവേക്കൻ ന്യൂ ഡെപ്ത് എന്നുള്ളതാണ്. അപ്പം
there is also an action team. വേറൊരു ആക്ഷൻ ടീമും കൂടി ഉണ്ട് WOD 2024 കാറ്റലൈസിങ് ആക്ഷൻ ഫോർ അവർ ഓഷ്യൻ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ളതാണ്. വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുന്നത് ഗ്ലോബൽ മൂവ്മെന്റ് ഓഫ് 30x30 എന്ന് പറയുന്ന ഒരു എയിം ഉണ്ട്. അറ്റ്ലീസ്റ്റ് 30% ഓഫ് വേൾഡ്സ് ലാൻഡ് വാട്ടർ ആൻഡ് ഓഷ്യൻസ് ബൈ 2030 ആകുമ്പോഴത്തേക്കും സേഫ് ഗാർഡ് ചെയ്യുക. അതാണ് 30x30 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കൂടെയാണ് നമ്മൾ ഒരു വേൾഡ് ഓഷ്യൻ ഡേ ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ UN ജനറൽ അസംബ്ലി 8th ജൂൺ വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് 5th ഡിസംബർ 2008 ഡെസിഗ്നേറ്റ് ചെയ്തത്. വേൾഡ് ഓഷ്യൻ ഡേയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രപ്പോസ് ചെയ്ത് 1992 റിയോ ഡി ജനറോയിൽ വെച്ച് നടന്ന എർത്ത് സബ്മിറ്റിന്റെ ഭാഗമായിട്ടാണ്. 8th ജൂൺ വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ കൂടെയാണ്. അപ്പൊ ആദ്യമായിട്ട് 2000 ഈ ഇയർ 2000 ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ എന്നുള്ളതാണ്. ബീഹാർ ബേർഡ് സാങ്ച്വറീസ് ഗെയിൻ ഇന്റർനാഷണൽ റാംസർ സ്റ്റാറ്റസ്. അപ്പോൾ റാംസർ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുകയാണ് ബീഹാറിലെ ബേർഡ് സാങ്ച്വറിയിലേക്ക്. നാഗി ആൻഡ് നക്തി ബേർഡ് സാങ്ച്വറീസ് രണ്ടും ബീഹാറിലെ ജമ്മു ഡിസ്ട്രിക്റ്റിലാണ് കാണുന്നത്. ഇത് റാംസർ കൺവെൻഷന്റെ ഭാഗമായിട്ട് റാംസർ സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഹൈലി റെക്കഗ്നൈസ്ഡ് വാട്ടർ ലൗഡ് എക്കോസിസ്റ്റം ആണ് കൺട്രിയിൽ ഇപ്പൊ 82 ആണ് റാംസർ സൈറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ന്യൂ വെറ്റ്ലാൻഡ്സും മാൻമേഡ് റിസർവോയ്സ് ആണ് ജാഹ ഫോറസ്റ്റ് റേഞ്ചിലാണ് കാണുന്നത്, ജുമൈ ഡിസ്ട്രിക്ട് ബീഹാറിൽ. ഈ രണ്ട് സൈറ്റും വെറ്റ്ലാൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വേൾഡ് എൻവയോൺമെന്റ് ഡേ ജൂൺ 5 ഭാഗമായിട്ട്. റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഒരു വെറ്റ്ലാൻഡ് സൈറ്റ് ആണ്. അതായത് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡ് സൈറ്റിനെ റാംസർ കൺവെൻഷന്റെ കീഴിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. അതൊരു ഈ റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ട്രീറ്റി ആണ്. 2 ഫെബ്രുവരി 1972 സൈൻ ചെയ്തത്. റാംസർ ലിറാലിൽ വെച്ച് സൈൻ ചെയ്തു. ഓൾ സ്പീഷീസ് ഓഫ് യുനെസ്കോയുടെ അണ്ടറിലാണ് വരുന്നത്. നക്തി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത് പ്രൈമർലി ഇറിഗേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. രണ്ട് മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇറിഗേഷന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ത്രൂ ദ കൺസ്ട്രക്ഷൻ ഓഫ് നക്തി ഡാം. 1984 ഈ വെറ്റ്ലാൻഡിനെ ബേർഡ് സാങ്ച്വറി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. കാരണം അതിനകത്ത് ഒരുപാട് വിന്ററിംഗ് സെവറൽ മൈഗ്രേറ്ററി ബേർഡ്സിന് വിന്ററിംഗ് ഹാബിറ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 20,000-ഓളം ബേർഡ്സ് ആണ് അവിടെ വിന്റർ മന്തിൽ വരുന്നത്. അപ്പോ ഇതെന്ന് പറയുന്നത് ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ ഓഫ് റെഡ് ക്രസ്റ്റഡ് പൊച്ചാർഡ്. റെഡ് ക്രസ്റ്റഡ് പൊച്ചാർഡ് എന്ന് പറയുന്ന ഒരു ബേർഡ് ഉണ്ട്. അതിന്റെ ഒരു ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ ആണ് ഇവിടെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ കാണുന്നത്. നാഗി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നതും നമ്മുടെ നാഗി റിവറിന്റെ ഡാമിങ്ങിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേർഡ് സ്പീഷീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ബേർഡ് സാങ്ച്വറി ആയിട്ട് 1984 റെക്കഗ്നൈസ് ചെയ്തു. അതുപോലെ ഇന്റർനാഷണലി അതിന് ഇമ്പോർട്ടന്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട് പറഞ്ഞു വെച്ചിരുന്നു വേൾഡ് ഓഫ് ഇന്റർനാഷണൽ. ഈ സൈറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ ഓഫ് ബാർ ഹെഡഡ് ഗീസ്. ബാർ ഹെഡഡ് ഗീസ് ആൻസർ ഇൻഡിക്കസ് എന്ന് പറയുന്ന ഒരു ബേർഡ് ആണ്. അതിന്റെ ഒരു ലാർജസ്റ്റ് കോൺഗ്രിഗേഷൻ വരുന്നത് ഈ ഒരു വെറ്റ്ലാൻഡിലാണ്. Environmentalist Jaidar Gupta and Vijay Dasmana create India's first bio-reserve in a tiger reserve. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിസർവ്, അതും ഒരു ടൈഗർ റിസർവിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാജാജി രഗതി ബയോസ്ഫിയർ എന്നാണ് അതിന്റെ പേര്. 35 ഏക്കർ വരുന്ന ഒരു പ്രൈവറ്റ് ഫോറസ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ്. എക്കോളജിസ്റ്റ് ആയിട്ടുള്ള വിജയ് ദാസ്മാനെയാണ് അത് ലീഡ് ചെയ്തിരുന്നത്. അരവലി ലാൻഡ്സ്കേപ്പിനെ റിസ്റ്റോർ ചെയ്യുന്നതിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വിജയ് ദാസ്മാന. രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഇതിന്റെ ഓവർലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു റോക്കി വൈറ്റ് രാഗത്തി റിവർ ബെഡ് ഉണ്ട്. അത് നെസ്റ്റൽഡ് ഇൻ ദ ശിവാലിക് ഫുഡ് ഹിൽസ്. ഈ രണ്ട് പേരും ചേർന്നിട്ട് അവരുടെ ടീമും കൂടെ ചേർന്നിട്ട് എക്സ്റ്റൻസീവ് സർവേസ് കണ്ടക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവര് നേറ്റീവ് പ്ലാന്റ് സ്പീഷീസ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള നേറ്റീവ് പ്ലാന്റ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തു. എസ്പെഷ്യലി റയറും ഡിസപ്പിയറിംഗ് ഉള്ള ഒരു പ്ലാന്റ്സ് അതിനകത്തുണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ചു. യുനെസ്കോസ് സ്റ്റേറ്റ് ഓഫ് ഓഷ്യൻ റിപ്പോർട്ട് 2024. അപ്പൊ ഇന്റർ ഗവൺമെന്റൽ ഓഷ്യനോഗ്രാഫിക് കമ്മീഷൻ ഓഫ് യുനെസ്കോ ഉണ്ട്. അവരാണ് സ്റ്റേറ്റ് ഓഫ് ഓഷ്യൻ റിപ്പോർട്ട് 2024 അവരാണ് റിപ്പോർട്ട് ഇറക്കുന്നത്. 2024 അത് പബ്ലിഷ് ചെയ്തു ഐസ്ലൻഡിൽ. അപ്പോ ഈ റേറ്റ് ഓഫ് ഓഷ്യൻ വാർമിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷക്കാലത്തോളമായിട്ട് ഡബിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ 1950 ശേഷം 2023 വളരെ ഹൈ ആയിട്ടാണ്, ഭീകരമായിട്ടാണ് വന്നിരിക്കുന്നത്. കോസ്റ്റൽ സ്പീഷീസ് ഇത് കാരണം സഫക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ട്. ഓഷ്യനിലെ 2% ഓക്സിജൻ വാർമിംഗ് ടെമ്പറേച്ചർ കാരണം ലോസ് ആവുന്നുണ്ട്. പൊല്യൂട്ടൻസ് കാരണം വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്, അഗ്രികൾച്ചർ റൺ ഓഫ് ഉണ്ട്, കോസ്റ്റൽ ഏരിയാസ് എസ്പെഷ്യലി ഇമ്പാക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആസിഡിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, അതും ഒരു കൺസേൺ ആണ്. 25 മുതൽ 30% ഫോസിൽ ഫ്യൂവൽ എമിഷൻ എന്ന് പറയുന്ന ഓഷ്യനിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതും അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീ ഇൻഡസ്ട്രിയൽ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഓഷ്യൻ അസിഡിറ്റി ഏകദേശം 30% ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് 2100 ആകുമ്പോഴത്തേക്ക് 170% ഇൻക്രീസ് ആകും ഇങ്ങനെ പോയാൽ. അങ്ങനെയാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്.
ആർട്ടിക് ഐസ് ജെയിൻ വൈറസസ് മേ സ്ലോ മെൽറ്റിംഗ് ബൈ ഈറ്റിംഗ് ആൽഗെ. അപ്പൊ റിസർച്ചേഴ്സ് ഒരു പുതിയ വൈറസസിനെ കണ്ടുപിടിച്ചു, ഒരു ആർട്ടിക് ഐസിനകത്ത് സർഫസിൽ അത് ഐസിന്റെ മെൽറ്റിംഗ് സ്ലോ ഡൗൺ ചെയ്യിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ചെയിൻ വൈറസ് ഐസ് ഷീറ്റിന്റെ മേലെ ഫീഡ് ചെയ്യുന്ന, അല്ല ഐസ് ഷീറ്റിന്റെ മേലുള്ള ആൽഗേനെ ഫീഡ് ചെയ്യും. ഈ ആൽഗൽ ബ്ലൂപ്പ് എന്ന് പറയുന്നത് ഐസ് മെൽറ്റിംഗ് ഫാസ്റ്റർ ആക്കുന്ന ഒരു തരം ആൽഗയാണ്. അതുകൊണ്ട് തന്നെ ഈ ആൽഗ നശിച്ചു കഴിഞ്ഞാൽ കാരണം ഇത് എക്സർബേറ്റ് ചെയ്തുകൊണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട്, അപ്പൊ മെൽറ്റിംഗ് കൂടുതലാവും. അപ്പൊ ഈ ആൽഗ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെൽറ്റിംഗ് ഓഫ് സ്നോ കുറയ്ക്കാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറസസിനാണ് ഇവർ കണ്ടുപിടിച്ചത്. അപ്പൊ സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ഈ വൈറസസ് ആൽഗയുടെ മേലെ കുറെ നാൾ വളരും, എന്നിട്ട് ഇവർ ആൽഗയുടെ സ്പ്രെഡിന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ കൺട്രോൾ മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. ആദ്യമായിട്ടാണ് ആൽഗ ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു വൈറസ് കണ്ടുപിടിക്കുന്നത്, അതും ആർട്ടിക്കിന്റെ ഐസ് ഷീറ്റിൽ നിന്ന്. വേൾഡ് ഹെഡഡ് ഫോർ 2.7 degrees Celsius വാർമിംഗ് ഫിനാൻസ് ഡീൽ കീ UN ക്ലൈമറ്റ് ഹെഡ്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ഹെഡ് ആയിട്ടുള്ള സൈമൺ സ്റ്റെയിൽ വാൺ ചെയ്തിരിക്കുകയാണ് വേൾഡിനെ. ബോൺ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ജർമ്മനിയിൽ വെച്ച് നടന്നപ്പോ ഈ വേൾഡിൽ 2.7 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എക്സ്ട്രീംലി സ്റ്റീപ്പ് ആയിട്ട് വന്നത്, അതിലും കൂടുതലാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അദ്ദേഹം വാൺ ചെയ്തത്. ബോൺ മീറ്റിംഗ് എന്ന് പറയുന്നത് ജൂൺ 3 മുതൽ 13 വരെ ഹാഫ് വേ ഓഫ് ആനുവൽ ക്ലൈമറ്റ് സബ്മിറ്റ് ആയിട്ട് ആണ് നടക്കുന്നത്. അതായത് ഇതാണ് 29th കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, COP29 എന്ന് പറയുന്നത്. ഇതിന്റെ അജണ്ട എന്ന് പറയുന്നത് ക്ലൈമറ്റ് നെഗോഷിയേഷൻസ് തന്നെയാണ്. ഓപ്പൺ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് പുതിയൊരു ഫിനാൻസ് ഗോളിന് വേണ്ടിയിട്ട്. എക്സിസ്റ്റിംഗ് ഗോൾ $100 billion പെർ ഇയർ ആണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ട പുതിയ ഫിനാൻസ് ഗോളുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഇനാഗുറൽ IPEF ക്ലീൻ എക്കണോമി ഇൻവെസ്റ്റർ ഫോറം ഇൻ സിംഗപ്പൂർ. ഇത് സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് മിസ്റ്റർ സുനിൽ ബർത്വാൾ ആണ് ഇന്ത്യയുടെ ഡെലിഗേഷൻ ആയിട്ട് ഈ ഒരു ഇനാഗുറൽ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെരിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇത് ക്ലീൻ എക്കണോമിക് ഇൻവെസ്റ്റർ ഫോറം സിംഗപ്പൂരാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചറിലും ക്ലൈമറ്റ് ടെക്നോളജിയിലും റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തതാണ്. ഇന്ത്യയുടെ വാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് $500 ബില്യൺ കടക്കും 2030 ആകുമ്പോഴത്തേക്കും. പർട്ടിക്കുലർലി ക്ലീൻ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, അതായത് റിന്യൂവബിൾ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ, EV ഇൻഫ്രാസ്ട്രക്ചർ. ലോക്സഭ സെക്രട്ടേറിയറ്റ് ഡെവലപ്സ് Prerana style to showcase statues of great leaders and freedom fighters of India. Earlier ഈ statues ഒക്കെ different parts of the complex ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു പ്രിറാണ സ്ഥാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലം പർട്ടിക്കുലർ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു. ഡെൻമാർക്ക്, പാകിസ്ഥാൻ, ഗ്രീസ്, സൊമാലിയ ആൻഡ് പനാമ ഇലക്ടഡ് ടു UN സെക്യൂരിറ്റി കൗൺസിൽ. ഇപ്പൊ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് സെക്യൂരിറ്റി കൗൺസിലേക്ക് 2 വർഷം കൂടുമ്പോൾ ആൾക്കാരെ തെരഞ്ഞെടുക്കും. അപ്പൊ 1st January നെക്സ്റ്റ് ഇയർ വരെയാണ് ഇവർക്ക് ടേം കിട്ടിയിരിക്കുന്നത്. ഇക്വഡോർ, ജപ്പാൻ, മാൾട്ട, മൊസാംബിക്, സ്വിറ്റ്സർലൻഡ് ആയിരുന്നു മുന്നത്തെ ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഡെൻമാർക്ക്, പാകിസ്ഥാൻ, ഗ്രീസ്, സൊമാലിയ, പനാമ വരുന്നത്. ഓക്കെ, ഇവരുടെ ടേം 31 ഡിസംബറിന് എൻഡ് ആയിരുന്നു. അപ്പൊ 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അത് ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US ആണ്. അപ്പൊ UN ചാർട്ടറിന്റെ കീഴിൽ 15 മെമ്പർ സെക്യൂരിറ്റി കൗൺസിൽ ആണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നത്. എല്ലാ മെമ്പർ സ്റ്റേറ്റ്സും ഇതിന്റെ ഡിസിഷൻസിനോട് ഒബ്ലിഗേറ്റഡ് ആണ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഡിസ്കവേഴ്സ് ഏർലിയസ്റ്റ് ജെയിൻ ഗാലക്സി. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒരു ഏർലിയസ്റ്റ് നോൺ ഗാലക്സി സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. JARES GS-Z14-0 എന്നുള്ളതാണ് പേര് കൊടുത്തിരിക്കുന്നത്. 280 മില്യൺ ഇയേഴ്സ് ആഫ്റ്റർ ദി ബിഗ് ബാങ്ങിന് ശേഷം. അപ്പോ ഇതെന്ന് പറയുന്നത് സർപ്രൈസിംഗ്ലി വളരെ ബ്രൈറ്റ് ആൻഡ് ബിഗ് ആണ്. യൂണിവേഴ്സിന്റെ ഇൻഫാൻസി വെച്ച് നോക്കുവാണെങ്കിൽ ഓൺലി 2% ഓഫ് ഇറ്റ്സ് കറന്റ് ഏജ്. അപ്പോ ഇതിന്റെ ഗാലക്സി എന്ന് പറയുന്നത് മാസം എന്ന് പറയുന്നത് 50 മില്യൺ സ്റ്റാർസിന്റെ സൈസിനോട് ഈക്വൽ ആണ്, അതായത് നമ്മുടെ സണ്ണിന്റെ ഒക്കെ സൈസ്. റാപ്പിഡ്ലി അവർ ന്യൂ സ്റ്റാർസ് ഫോം ചെയ്യുന്നുണ്ട്. about 20 every year. ഓരോ വർഷവും 20 എണ്ണം വെച്ചെങ്കിലും പുതുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡിസ്കവറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് നമ്മുടെ യൂണിവേഴ്സ് 290 മില്യൺ ഇയേഴ്സ് ബിഗ് ബാങ്ങിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബിഫോർ ദിസ് ഓൾഡസ്റ്റ് നോൺ ഗാലക്സി എന്ന് പറയുന്നത് 320 മില്യൺ ഇയേഴ്സ് എഗോ ഉണ്ടായിരുന്ന ബിഗ് ബാങ്ങിന് ശേഷം വന്ന ഒരു ഗാലക്സിയാണ്. അപ്പൊ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു ടെലിസ്കോപ്പ് ആണ്. 2022 ശേഷം അത് ഓപ്പറേഷനിലാണ്.
Rohit Sharma completes 600 sixes in international cricket. ICC 2020 World Cup 2024 ഇന്ത്യ അയർലൻഡ് മാച്ചിലാണ് ഈ ഒരു നേട്ടം അദ്ദേഹം കൈവരിക്കുന്നത്. ഇന്ത്യൻ ഓൾറൗണ്ടർ കേദാർ ജാദവ് റിട്ടയർസ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ്. അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റ് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്ലേ ചെയ്തിട്ടുണ്ട്. ജാദവ് വൺ ഡേ ഇന്റർനാഷണലിൽ ഇന്ത്യയിൽ ഡെബ്യൂ ചെയ്യുന്ന 2014 ശ്രീലങ്കയ്ക്കെതിരെ. അദ്ദേഹം 73 ODIs കളിച്ചിട്ടുണ്ട്. 9 2020s ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ജാദവ് ഇന്ത്യൻ ജേഴ്സി 2019 വേൾഡ് കപ്പിലാണ് ഡൗൺ ചെയ്തത്. ലാസ്റ്റ് റെപ്രസെന്റ് ദ നാഷണൽ ടീം ഇൻ വൺ ഡേ ഇന്റർനാഷണൽ അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് in 2020. Earlier former Indian wicket keeper batsman ആയുള്ള ദിനേശ് കാർത്തിക് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. Indian draw 0-0 with Kuwait in Chowdhury's last match FIFA World Cup 2026 qualifier. Indian star ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ സുനിൽ ഛേത്രിയുടെ ലാസ്റ്റ് ഗെയിം ആണ് ഇന്ത്യയായിട്ട് നടന്നത്. That goalless draw against Kuwait. ഇത് ഫിഫ വേൾഡ് കപ്പ് 2026 ക്വാളിഫയർ മാച്ച് ആയിട്ടാണ് നടന്നത്. വിവേകാനന്ദ യുബ ഭാരതി ക്രീഡാങ്കൻ കൊൽക്കത്തയിലെ സ്റ്റേഡിയം സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. സുനിൽ ഛേത്രി ഇന്ത്യയുടെ ഹയസ്റ്റ് ഗോൾ സ്കോറർ ആണ്. 94 ആണ് അദ്ദേഹത്തിന്റെ ഒരു ഗോൾ സ്കോർ. സുനിൽ ഛേത്രി ഇന്ത്യയുടെ ഫുട്ബോൾ ക്യാപ്റ്റൻ ആണ്. അദ്ദേഹം റിട്ടയർമെന്റ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഹിസ് ലാസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് കുവൈത്തിനെതിരെയുള്ള ഈ ഒരു ലാസ്റ്റ് മാച്ചിന് ശേഷം അദ്ദേഹം റിട്ടയർ ആവാണ് 6 ജൂൺ 2024. പക്ഷെ ഇതിൽ ഇന്ത്യക്ക് 0-0 ആണ് ഡ്രോ ആവാണ് ചെയ്തത്. കുവൈറ്റ് ഇന്ത്യക്കും 0-0 എന്നുള്ള രീതിയിൽ ഡ്രോ മാച്ച് ആവുകയാണ് അത് ചെയ്തത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.